നമസ്കാരം. ഷെക്കൈന ബിഗ് ഡിബേറ്റിലേക്ക് സ്വാഗതം. എന്താണ് സ്വാതന്ത്ര്യം? അഫ്ഗാൻ സ്വതന്ത്രമായി എന്നൊക്കെ ചിലർ വീമ്പിളക്കുമ്പോൾ ആഴത്തിൽ ചിന്തിക്കേണ്ട വസ്തുതയാണിത്. ഏത് നിമിഷവും തീവ്രവാദികളുടെ വെടിയുണ്ടകൾക്ക് ഇരകളാക്കപ്പെടാം എന്ന ഭയത്തിൽ ജീവിക്കുന്ന ഒരു ജനത. ബുർക്ക ധരിക്കാത്തതിൻ്റെ പേരിൽ കൊല്ലപ്പെടുന്ന സ്ത്രീകളുടെ നാട്. സ്ത്രീകൾക്ക് ഒന്നുറക്കെ സംസാരിക്കാൻ പോലും അവകാശമില്ലാത്ത നാട്. തങ്ങൾ എന്ത് ധരിക്കണം, എന്ത് ചിന്തിക്കണം, എന്ത് ഭക്ഷിക്കണം, എന്ത് വിശ്വസിക്കണം എന്നതൊക്കെ തീവ്രവാദികൾക്ക്, താലിബാൻ തീവ്രവാദികൾക്ക് മുന്നിൽ അടിയറിവ് പറയേണ്ടി വരുന്ന പാവപ്പെട്ട ജനങ്ങളുടെ നാട്. താലിബാൻ തീവ്രവാദികൾ അഫ്ഗാൻ ഭരണം കൈയാളും എന്ന വാർത്ത പരന്നപ്പോൾ പ്രാണരക്ഷാർത്ഥം ഓടി രക്ഷപ്പെടുന്നവരുടെ നാട്. ഇതൊക്കെയാണ് ഇന്ന് താലിബാൻ ഭരണത്തിന് കീഴിലെ അഫ്ഗാൻ. ഈ സാഹചര്യത്തിൽ ഷെക്കൈന ബിഗ് ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. സ്വതന്ത്രമാണോ അഫ്ഗാൻ? ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നു മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ ടി ദേവപ്രസാദ്, സാമൂഹ്യ നിരീക്ഷകൻ ശ്രീ രാഹുൽ ഈശ്വർ, ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റ് ശ്രീ അനിൽകുമാർ അയ്യപ്പൻ. മൂന്ന് പേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ആദ്യം ശ്രീ രാഹുൽ ഈശ്വർ, കഴിഞ്ഞ ദിവസം കേരളത്തിലെ ഒരു പ്രമുഖ ദിനപത്രത്തിൽ അഫ്ഗാൻ സ്വതന്ത്രമായി എന്നൊക്കെയുള്ള രീതിയിലുള്ള വാർത്തകൾ വന്നു. നമുക്കറിയാം, ഒരു പ്രാകൃതമായ, വളരെ കിരാതമായ ശിക്ഷാ നടപടികൾ, നിയമങ്ങൾ നടപ്പിലാക്കുന്ന ഒരു തീവ്രവാദ പ്രസ്ഥാനം ഭരിക്കുന്ന ഈ അഫ്ഗാനിൽ ഈ സ്വാതന്ത്ര്യം കൊണ്ട് ഇവർ എന്താണ് ഉദ്ദേശിക്കുന്നത്? ശ്രീ രാഹുൽ ഈശ്വർ. പല ചരിത്ര സംഭവങ്ങളും ആനുകാലിക സംഭവങ്ങളും ലേയേർഡും ന്യൂആൻസ്ഡുമാണ്. നമുക്കെല്ലാം അറിയുന്നത് പോലെ അഫ്ഗാൻ ജനത തന്നെ താലിബാനെതിരെ ഒരു പ്രതിരോധം തീർക്കാൻ ശ്രമിക്കുന്നുണ്ട്. പഞ്ചഷീർ അടക്കമുള്ള സ്ഥലങ്ങളിൽ മുൻ വൈസ് പ്രസിഡന്റിന്റെ അടക്കമുള്ള നേതൃത്വത്തിൽ ലോകം മുഴുവൻ താലിബാന് അനുകൂലമല്ലാത്തൊരു സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത്. താലിബാൻ അവരെ തന്നെ മോഡറേറ്റ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. ചൈന അടക്കമുള്ള രാജ്യങ്ങളെതിരെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. നമുക്കറിയാം, ചൈനയാകട്ടെ പാകിസ്ഥാൻ ആകട്ടെ താലിബാനുമായി പുതിയൊരു അച്ചുതണ്ടും ബന്ധവും സൃഷ്ടിക്കാനാണ് ശ്രമിക്കുന്നത്. താലിബാൻ മാറിയോ ഇല്ലയോ അത് കാലം തന്നെ നമ്മളോട് പറയേണ്ട കാര്യമാണ്. പക്ഷെ എന്നിരുന്നാലും താലിബാന്റെ ട്രാക്ക് റെക്കോർഡ് പോസിറ്റീവ് അല്ല എന്ന് നമുക്ക് ഒരുപക്ഷെ അറിയാം. താലിബാന്റെ ചരിത്രം അത്ര പോസിറ്റീവ് അല്ല എന്ന് നമുക്കറിയാം. അവിടെയാണ് ഫോക്സ് സിംഗറെ വെടിവെച്ച് കൊന്നതും, അല്ലെങ്കിൽ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളോട് അവർ ഇന്നെടുക്കുന്ന സമീപനം എന്താകും തുടങ്ങിയ കാര്യങ്ങളുണ്ട്. പിന്നെ മറ്റൊരു വിഷയവും ശരിയാണ്, 20 വർഷത്തിലേറെ അമേരിക്കയ്ക്ക് ഒരു എൻലെസ് വാർ ഫൈറ്റ് ചെയ്യാൻ കഴിയില്ല. ഇന്ത്യയും താലിബാനുമായി വളരെ അടുത്ത ബന്ധമാണ്. നമ്മൾ ഏകദേശം 970 crores ആണ് അവരുടെ പാർലമെന്റ് നിർമ്മിക്കാനായി കൊടുത്തത്. അതായത് നമ്മുടെ പാർലമെന്റ് നിർമ്മിക്കുന്നതിനേക്കാൾ ചെലവാണ് ഒരുപക്ഷെ ഇൻ ഇഫക്റ്റ് അതിന് ആയിരിക്കുന്നത്. ഏകദേശം 3 ബില്യൺ, പത്രമാധ്യമ റിപ്പോർട്ട് അനുസരിച്ച് 2 മുതൽ 3 ബില്യൺ വരെ, അതായത് 21,000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് അവിടെയുണ്ട്. അതുകൊണ്ട് ഇന്ത്യ ടാക്ടിക്കലായ ഒരു പൊസിഷൻ എടുക്കണം. ഇന്ത്യ നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റും കാര്യങ്ങളും സംരക്ഷിക്കാൻ നമ്മൾ പ്രതിജ്ഞാബദ്ധമാണ്. അമേരിക്കക്കാരെ വിശ്വസിച്ചുകൂടിയാണ് ഒരുപക്ഷെ നമ്മൾ അങ്ങോട്ട് പോയത്. പക്ഷെ ഇപ്പൊ അമേരിക്ക കൂടി പിൻവാങ്ങിയ സാഹചര്യത്തിൽ അഫ്ഗാൻ വളരെ മിനറൽ റിച്ച് കൺട്രിയാണ്. അവിടുത്തെ ലിഥിയം ഡെപ്പോസിറ്റുകൾ ഒരുപക്ഷെ ചരിത്ര പ്രസിദ്ധമാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ താലിബാൻ മാറിയോ എന്നുള്ളത് അവരാണ് പ്രൂവ് ചെയ്യേണ്ടത്. നമുക്കത് കാത്തിരുന്ന് കാണുകയേ വഴിയുള്ളൂ. പക്ഷെ ഒറ്റ വരി കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. താലിബാന് വേണ്ടി ഇവിടെ കൊട്ടിഘോഷിക്കുന്നവർ അല്ലെങ്കിൽ ഇവിടെ കൈയടിക്കുന്നവരുടെ ഉദ്ദേശം വേറെയാണ്. താലിബാന് വേണ്ടി ഇവിടെ പ്രോത്സാഹിപ്പിക്കുന്നവരുടെ ഉള്ളിൽ അവരുടേതായ സ്ഥാപിത താല്പര്യങ്ങളും അവരുടേതായ സങ്കുചിത ചിന്തകളും ഒക്കെയാണ് ഇവിടെ. ഇന്ന് ശ്രീ നസറുദ്ദീൻ ഷാ, ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖ അഭിനേതാക്കളിൽ ഒന്ന്, അദ്ദേഹം വളരെ ശക്തമായ ഒരു പ്രസ്താവനയെ വന്നിട്ടുണ്ട് താലിബാനെതിരെ. അതിനുവേണ്ടി ദേശീയ ചാനലായ ടൈംസ് നോവൽ എനിക്ക് സംസാരിക്കാനും അവസരം ലഭിച്ചിരുന്നു. അപ്പോ താലിബാനെ ഇവിടുന്ന് കൊട്ടിഘോഷിക്കുന്നവരുടെ ഉദ്ദേശം വേറെയാണ്. അവർ ഇന്റർനാഷണൽ ജിയോ പൊളിറ്റിക്സിന്റെ ആഴമോ ഭാരതത്തിന്റെ താല്പര്യങ്ങളോ അറിഞ്ഞിട്ടാണോ എന്ന് സംശയകരമാണ്. അവർക്ക് സങ്കുചിതമായ അവരുടേതായ രീതിയിലുള്ളൊരു മനസ്ഥിതിയാണ്. ആ മനസ്ഥിതി പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. ശ്രീ ടി ദേവപ്രസാദ്, പലപ്പോഴും ഈ താലിബാനെ വെള്ള പൂശുന്നവർ അമേരിക്കയെ പല സമയങ്ങളിൽ ഒരു വില്ലൻ ഒരു പരിവേഷത്തിലാണ് നിർത്തുന്നത്. 2001 അമേരിക്ക അഫ്ഗാനിൽ വരുന്നു. ഒരു മോഡേൺ, അതുവരെ ഒരു പ്രാകൃത നിയമ സംവിധാനങ്ങളിലൂടെ കടന്നുപോയ അഫ്ഗാൻ ഒരു മോഡേൺ രാജ്യമായി രൂപപ്പെടുത്തുവാനുള്ള ശ്രമങ്ങളാണ് അമേരിക്ക നടത്തിയത്. അതിനുശേഷം 2004 ഒരു ജനാധിപത്യ രീതിയിലൊരു ഭരണകൂടം അവിടെ സ്ഥാപിക്കപ്പെടുന്നു. പക്ഷേ ഇപ്പോൾ അഫ്ഗാൻ നേരിടുന്ന ഒരു പ്രശ്നത്തിന് എല്ലാം കുറ്റസ്ഥാനത്ത് അമേരിക്കയെ നിർത്തുവാൻ സാധിക്കുമോ? എന്തുകൊണ്ടാണ് അമേരിക്ക ഒരു വില്ലൻ കഥാപാത്രമായിട്ട് പലപ്പോഴും അഫ്ഗാനിൽ ചിത്രീകരിക്കപ്പെടുന്നത്? ശ്രീ ദേവപ്രസാദ്. ആദ്യമായി ഈ ചർച്ചയുടെ തുടക്കത്തിൽ ഉന്നയിച്ച അഫ്ഗാൻ സ്വാതന്ത്ര്യത്തിലേക്ക് എന്നുള്ള ആ വിഷയത്തെക്കുറിച്ച്
ഒന്ന് പറഞ്ഞതിന് ശേഷം, ഏതാനും വാക്കുകൾ പറഞ്ഞതിന് ശേഷം ഇപ്പോൾ ഉന്നയിച്ച ആ പ്രശ്നത്തിലേക്ക് ഞാൻ വരാം. എന്തുകൊണ്ടാണ് കേരളത്തിലെ ചില പത്രങ്ങൾ അഫ്ഗാൻ സ്വാതന്ത്ര്യം നേടി എന്നുള്ള വാർത്ത കൊടുത്തത്, സ്വാതന്ത്ര്യത്തിലേക്ക് എന്നുള്ള വാർത്ത കൊടുത്തത്? നമ്മൾ വളരെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ട ഒരു 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 നിലപാടാണ്. ആ നിലപാടിനകത്ത് സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ഈ മാധ്യമങ്ങളുടെ സങ്കല്പം ഒളിഞ്ഞിരിക്കുന്നു എന്ന് നമ്മൾ കരുതേണ്ടി വരും. സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ അവരുടെ ഈ വർഗീയ സിദ്ധാന്തം അനുസരിച്ചുള്ള ഒരു ജീവിതത്തെയാണ് അവർ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അത് വലിയ അപകടകരമായ ഒരു പ്രവണതയാണ്, പ്രത്യേകിച്ച് ഒരു മതേതര രാഷ്ട്രമായ ഭാരതത്തിൽ. നമുക്കറിയാം, ഇപ്പൊ സമീപകാലത്ത് കേരളത്തിൽ വളരെ വിവാദമായി വന്നിരിക്കുന്ന ഒരു സംഭവമുണ്ട്. ഈ മലബാർ കലാപത്തെക്കുറിച്ചുള്ള പുതിയ ചിന്തകൾ, അല്ലെങ്കിൽ അത് സ്വാതന്ത്ര്യ സമരമാണ് എന്ന് പറയുന്ന അങ്ങനെ ചിത്രീകരിച്ച് സ്വാതന്ത്ര്യത്തിന്റെ ഒരു വലിയ സംഭവമായതിനെ മാറ്റുന്ന ഒരു 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 പ്രവണത. ഇപ്പൊ നമ്മൾ പത്രങ്ങളിൽ വന്ന വാർത്തകൾ ശരിയാണെങ്കിൽ അത് സംബന്ധിച്ച് അഷിഖ് അബു സംവിധാനം ചെയ്യാനിരുന്ന സിനിമ അദ്ദേഹം പിൻവാങ്ങി, പിന്നെ പൃഥ്വിരാജ് സുകുമാരൻ പിൻവാങ്ങി എന്നൊക്കെയാണ് നമ്മൾ വായിക്കുന്നത്. ശരിയാണോ തെറ്റാണോ എന്നും കൃത്യമായി ഇവരാരും പറഞ്ഞിട്ടില്ല. അഷിഖ് അബു പറഞ്ഞതായിട്ടാണ് മാധ്യമങ്ങളിൽ വായിച്ചത്. അതിനെക്കുറിച്ച്, ഈ മലബാർ കലാപത്തെക്കുറിച്ച്, അതൊരു സ്വാതന്ത്ര്യ സമര, ഈ ആ മലബാർ കലാപത്തിൽ എന്താ സംഭവിച്ചെന്നുള്ളത് കേരളത്തിലെ കോൺഗ്രസിന്റെ KPCCയുടെ ആദ്യത്തെ പ്രസിഡന്റ് KP ശങ്കരൻ നായർ, അദ്ദേഹം മാതൃഭൂമിയുടെ പ്രധാന പ്രവർത്തകനായിരുന്നു. അദ്ദേഹം എഴുതിയൊരു പുസ്തകമുണ്ട്, നിങ്ങൾ പലരും വായിച്ചിട്ടുള്ള ഒരു പുസ്തകം. അദ്ദേഹം പറയുന്നത്, ആ പുസ്തകത്തിന് ആമുഖം എഴുതിയിരിക്കുന്ന പ്രസിദ്ധനായ കേളപ്പനാണ്. കേളപ്പൻ ആ പുസ്തകത്തിന്റെ ആമുഖത്തിൽ പറയുന്നത് ഇതിനെ ഒരു വർഗീയ കലാപമായി ചിത്രീകരിക്കാൻ ചിലരും, എന്നാൽ വലിയൊരു സ്വാതന്ത്ര്യ സമരമായി ചിത്രീകരിക്കാൻ വേറെ ചിലരും ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അതിനിടയിലാണ് എന്താണ് സംഭവിച്ചത് എന്ന് പറയുന്ന ഈ പുസ്തകം. എന്നിട്ട് അദ്ദേഹം പറയാണ്, ആ പുസ്തകത്തിനകത്ത് തന്നെ വാര്യംകുന്നത്ത് കുന്നമ്മദ് ഹാജി എന്ന് പറയുന്ന ഇപ്പൊ സിനിമ നിർമ്മിക്കാൻ പോകുന്ന കഥാപാത്രത്തെക്കുറിച്ച് വളരെ വിശദമായ ഒരു അധ്യായം തന്നെയുണ്ട്. 173 പേജ് മുതലുള്ള ഒരു അധ്യായം. ആ അധ്യായത്തിനകത്ത് പറയുന്നത്, തുടക്കകാലത്ത് അദ്ദേഹം ഒരുപക്ഷെ ഇങ്ങനെ ഒരു വർഗീയവാദി ആയിരുന്നില്ലെങ്കിലും ആ പോരാട്ടം, ആ കലാപം ശക്തമാകുമ്പോഴേക്കും അത് അങ്ങനെ ആയിരുന്നു എന്നൊക്കെയാണ്. ഇങ്ങനെയൊക്കെയുള്ള ഒരു കലാപത്തെ പോലും സ്വാതന്ത്ര്യ സമരമായും അല്ലെങ്കിൽ നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഒരു ഭാഗമായും ഒക്കെ ചിത്രീകരിക്കുന്ന ഒരു പ്രവണതയുള്ളവരാണ് ഇതിന്റെ എല്ലാം പിന്നിലെന്ന് നമ്മൾ മനസ്സിലാക്കും. നമ്മൾ ഓർക്കേണ്ട ഒരു സംഭവമുണ്ട്. അതിനകത്ത് ഈ നായർ അദ്ദേഹം എഴുതിയിരിക്കുന്ന ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത്, ബ്രിട്ടീഷ് പട്ടാളം എത്താൻ ഏറനാടിലെ ഹിന്ദുക്കൾ കാത്തിരുന്നു എന്നാണ്. അവർ പ്രാർത്ഥിച്ചു കാത്തിരുന്നു എന്നാണ്. ഒരു ശത്രു സൈന്യത്തിന് വേണ്ടി, വിദേശ സൈന്യത്തിന് വേണ്ടി ഒരു ജനം കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ഇവർ മനസ്സിലാക്കുന്ന സങ്കല്പം എന്താണ്? പിന്നെ അമേരിക്കയെ കുറിച്ചുള്ള അമേരിക്കയോടുള്ള ഒരു ശത്രുതയുടെ ഒരു പ്രധാന കാരണം, അമേരിക്ക എന്ന് പറയുന്നത് ക്രിസ്ത്യാനിറ്റിയുടെ ഒരു പ്രതീകമായിട്ടാണ് പലരും കണക്കാക്കുന്നത്. അമേരിക്കയോ അല്ല അവരുടെ ഭരണകൂടത്തിലോ ക്രൈസ്തവ വിശ്വാസം അല്ലെങ്കിൽ അതിന്റെ തത്വങ്ങളോ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ക്രൈസ്തവർ എന്നുള്ള ഒരു സങ്കല്പത്തിലാണ് അമേരിക്കയോടുള്ള ഈ ശത്രുതയുടെ ഒരു പ്രധാന കാരണം. രണ്ടാമത്തെ ഒരു സംഭവം, അവരുടെ കച്ചവട താല്പര്യങ്ങൾക്ക് വേണ്ടി അവരെല്ലാ രാജ്യത്തും ഇപ്പൊ 20 വർഷമായി അഫ്ഗാനിസ്ഥാനിൽ അവർ നിന്നതിനാ. പക്ഷെ രാഹുൽ ഈശ്വറി ചൂണ്ടി കാണിച്ചാൽ അവിടുത്തെ ആ ധാതു നിക്ഷേപത്തിന്റെ കണക്കുകളും അതൊക്കെയാണ് അതിനകത്തെ പ്രധാന പ്രശ്നങ്ങൾ. അല്ല, അവർ ജനാധിപത്യം സ്ഥാപിക്കാനോ അല്ലെങ്കിൽ അവിടെ അവർ പറഞ്ഞാലോ, അവർ വന്നപ്പം അവർക്ക് ജീവിക്കാൻ പറ്റിയ ഒരു ജീവിത സാഹചര്യം അവരുണ്ടാക്കി. പട്ടാളക്കാരെയാണ്ട് 1,35,000 പട്ടാളക്കാരൊക്കെ ഉണ്ടായിരുന്നല്ലേ നമ്മൾ പറയുന്നത്. അത്രയും പട്ടാളക്കാരെ വെച്ചുകൊണ്ട് ഒരു രാജ്യത്തിന് പ്രവർത്തിക്കാൻ പറ്റും, ഏതെങ്കിലും ഒരു രാജ്യത്തിന്. അത്രയും പട്ടാളക്കാർ വേറൊരു രാജ്യത്ത് കൊണ്ടുപോയി എത്ര കാലം ഇവരെ തീറ്റിപ്പാറ്റാൻ പറ്റും? എന്ത് പ്രയോജനത്തിന്? ഇങ്ങനെയൊക്കെയുള്ള ഒരു പ്രശ്നങ്ങൾ അവിടെ വന്നു. അതുകൊണ്ട് അമേരിക്ക പിൻവാങ്ങി എന്ന് പറഞ്ഞാൽ അവരവരുടെ കാര്യങ്ങളൊക്കെ നേടിക്കാണും, സാമ്പത്തിക കാര്യങ്ങളൊക്കെ നേടിക്കാണും പറ്റും. പക്ഷെ അമേരിക്കയെ ഇന്നിപ്പം കുറ്റപ്പെടുത്തുന്നതിന്റെ ഒരു പ്രധാന വില്ലൻ കഥാപാത്രത്തിലേക്ക് വരുന്നതിന്റെ പ്രധാന കാരണം, അമേരിക്ക ഒരു ക്രൈസ്തവ രാജ്യമാണ്. ക്രൈസ്തവരെയോടുള്ള ഒരു ഹിഡൻ അജണ്ടയുടെ ഭാഗം കൂടിയാണ് ഈ ചിത്രീകരണം എന്നാണ് ഞാൻ കരുതുന്നത്. പിന്നെ ഒരു പ്രധാന സംഭവം ഉള്ളത് വാസ്തവത്തിൽ, കാരണം എന്ത് പറഞ്ഞാലും അമേരിക്ക അതിനകത്തൊരു വില്ലൻ മനോഭാവമുണ്ട്. എന്ന് പറഞ്ഞാൽ അവരൊരു കച്ചവട മനോഭാവമുണ്ട്. അവരെവിടെ പോയാലും അവർക്ക് ആ കച്ചവട മനോഭാവമുണ്ട്. അതും അഫ്ഗാനിസ്ഥാനിലും ഉണ്ടായിരുന്നു, അത് ഇറാഖ് യുദ്ധത്തിലുണ്ടായിരുന്നു. എവിടെ അമേരിക്ക പ്രവർത്തിച്ചാലും അവർക്ക് അവരുടെ കച്ചവട താല്പര്യങ്ങളുണ്ട്. അതിനകത്ത് അവര് യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യല്ല. എപ്പോഴും അമേരിക്ക ഇപ്പം പറയുന്നത് എന്താ, എന്തെങ്കിലും ഇൻസർജൻസി ഉണ്ടായ അല്ലെങ്കിൽ ഉണ്ടായാൽ ഞങ്ങൾ പാഠം പഠിപ്പിക്കും. അവിടെ ആ കാബൂൾ വിമാനത്താവളത്തിൽ ഒരു ചാവേർ ആക്രമണം നടന്ന, ഒരു ബോംബ് സ്ഫോടനം നടന്നതിന് എന്ന് പറഞ്ഞാൽ അവർ വേറെ ആരാണ്ടെയൊക്കെ ബോംബിട്ട് വന്ന വലിയ കാര്യമായിട്ടൊക്കെ പത്രങ്ങളൊക്കെ പറയുന്നത്. ഇതൊന്നുമല്ല, ജീവന്റെ വിലയൊന്നും ഇവരാരും ബഹുമാനിക്കുന്നില്ല, ആദരിക്കുന്നില്ല. ഇത്തരം ഒരു സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള, ഒരു ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ഒരു സങ്കല്പം അമേരിക്കക്കാരവിടെ ഭരിച്ചപ്പോൾ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നോ? എനിക്ക് സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ അമേരിക്കക്കാരുടെ സങ്കല്പത്തിലുള്ള സ്വാതന്ത്ര്യം അവിടെ ഉണ്ടായിരുന്നതാണ്.
പക്ഷെ അവിടുത്തെ ജനങ്ങൾക്ക് അവർക്ക് ഇഷ്ടമുള്ളത് ചിന്തിക്കാനും പ്രവർത്തിക്കാനുള്ള ഒരു സാധ്യത. ഇപ്പൊ താലിബാൻ അധികാരത്തിൽ വരുന്നു 34 പ്രവിശ്യകളിൽ മിക്കവാറും പ്രവിശ്യകളിലെല്ലാം അവരുടെ കയ്യിലാണ്. പിന്നെ അവിടെ ഇപ്പൊ IS ഹൊറാൻ എന്ന് പറയുന്ന ഖൊറാസാൻ എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയുണ്ട്. ഇപ്പം അവര് എന്തെല്ലാമാണ് നടത്താൻ പോകുന്നത് എന്നുള്ളതും നമുക്കറിയാം. സ്വാതന്ത്ര്യത്തിലേക്കല്ല, ഒരു കലാപത്തിലേക്ക് തന്നെ ആവും ഇനി താലിബാൻ പോകുന്നതെന്നാണ് കരുതേണ്ടിയിരിക്കുന്നത്. പിന്നെ വേറൊരു ഒരു ബുദ്ധിമുട്ടാനുള്ള ഇപ്പം ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ടതുപോലെ 20,000 കോടി ഇന്ത്യൻ നിക്ഷേപം അവിടെയുണ്ട്. അത് അമേരിക്ക വിശ്വസിച്ചല്ല, ആ ജനങ്ങളെ സഹായിക്കാൻ വേണ്ടിയൊക്കെ ഇന്ത്യ ചെയ്തതായിരിക്കും. പക്ഷെ ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് എങ്ങനെ അത് കൈകാര്യം ചെയ്യും? അതിനെ സംബന്ധിച്ച് ദോഹയിൽ നടന്ന സമ്മേളനത്തിൽ ഇന്ത്യ ഇപ്പൊ കാബൂളിലെ ഇന്ത്യൻ എംബസി ഉടനെ തുറക്കണമെന്നൊക്കെ ആവശ്യപ്പെട്ടു എന്നൊക്കെ നമ്മൾ വായിച്ച് കേൾക്കുന്നുണ്ട്. പക്ഷെ അത്തരത്തിലുള്ള ഒരു നല്ല ബന്ധത്തിലേക്ക് വരും. അമേരിക്കക്കാര് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു ചിന്ത ഈ താലിബാൻ, പുതിയ താലിബാൻ പഴയ താലിബാൻ അല്ല, 1972 വരെയുള്ള താലിബാൻ അല്ല. ഈ താലിബാൻ വളരെ സിവിലൈസ്ഡ് ആയിരിക്കും എന്നൊക്കെയുള്ള രീതിയിലാണ്. പക്ഷെ നമ്മൾ അവിടുന്ന് വരുന്ന ചിത്രങ്ങളും അവിടുന്ന് വരുന്ന പടങ്ങളും ഒക്കെ കാണുമ്പോൾ പലരും കണ്ടതാണ്, ഒരു ഹെലികോപ്റ്ററിൽ ഒരു ബോഡി ഇങ്ങനെ തൂങ്ങിക്കിടന്നിട്ട് ഒരു ഹെലികോപ്റ്റർ പറന്നു പോകുന്നുണ്ട്. ഡെഡ് ബോഡിയാണോ ജീവനുള്ള ബോഡിയാണോ എന്നൊന്നും നമുക്കറിയത്തില്ല. പക്ഷെ ഒരു ഭീകരതയുടെ അന്തരീക്ഷമാണ് സൃഷ്ടിക്കുന്നത്. അപ്പൊ ഈ ഭീകരതയുടെ അന്തരീക്ഷം ഒട്ടും സ്വാതന്ത്ര്യത്തിന്റെ അന്തരീക്ഷമല്ല. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക അവരുടെ കാര്യം കണ്ട് അവരെ തിരിച്ചുപോയി. അവർ 20 വർഷം അവിടെ ഉണ്ടായിരുന്നു. അവർക്ക് വേറെ കുറെ പാവ ഗവൺമെന്റുകളുണ്ട്. ഇക്കാലത്ത് എങ്ങനെയാണ് അഫ്ഗാനിസ്ഥാനിൽ ഞാൻ തിരിച്ചു വരാം ശ്രീ ദേവപ്രസാദ്. ശ്രീ അനിൽകുമാർ അയ്യപ്പൻ, ശ്രീ ദേവപ്രസാദ് ചൂണ്ടിക്കാട്ടിയതുപോലെ പലപ്പോഴും ഈ താലിബാന്റെ 2ാം വെർഷനെ അവർ കുറെ കൂടി സിവിലൈസ്ഡ് ആണ്, അല്ലെങ്കിൽ അവർ 1996 മുതൽ 2001 വരെയുള്ള ആ ഒരു താലിബാൻ അല്ല ഈ 2021 താലിബാൻ എന്ന രീതിയിലൊക്കെയുള്ള പ്രചരണങ്ങൾ സത്യമാണ്. വാസ്തവത്തിൽ പുതിയ താലിബാന് കീഴിലുള്ള അഫ്ഗാൻ ജനതയുടെ ഭാവി എന്താണ് ശ്രീ അനിൽകുമാർ അയ്യപ്പൻ? ഈ അഫ്ഗാനികളുടെ ഭാവി എന്ന് പറയുന്നത് ഈ 1996 മുതൽ 2001 വരെ അവരെങ്ങനെയാണോ അവിടെ ജീവിച്ചത് അതേ വിധത്തിലേക്കുള്ളൊരു മടങ്ങിപ്പോക്ക് മാത്രമാണ്, അല്ലാതെ വേറൊന്നും ഉണ്ടാവുകയില്ല. ഇവർ ഒരിക്കലും പരിഷ്കരിക്കപ്പെടുകയുമില്ല. കാരണം ഇവരുടെ പ്രമാണം എന്ന് പറയുന്നത് 7ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട പുസ്തകങ്ങളാണ്. ആ 7ാം നൂറ്റാണ്ടിനോട് എത്രമാത്രം ചേർന്ന് ജീവിക്കുന്നുവോ അത്രത്തോളം അത് അള്ളാഹുവിന് പ്രസാദകരമാകും എന്നാണ് അവരുടെ ചിന്ത. ആ ചിന്തയിൽ ജീവിക്കുന്ന ആളുകൾ ഒരിക്കലും ഈ 21ാം നൂറ്റാണ്ടിലേക്ക് സഞ്ചരിക്കാൻ താല്പര്യപ്പെടുകയില്ല. അതുകൊണ്ട് അങ്ങനെയുള്ളൊരു പ്രതീക്ഷ വേണ്ട. പിന്നെ ഈ സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യം, മൗദൂദി പത്രം അഫ്ഗാൻ സ്വതന്ത്രമായി എന്നെഴുതി. അത് ഈ സ്വാതന്ത്ര്യം എന്നുള്ള വാക്കിന് നമ്മൾ കൊടുക്കുന്ന അർത്ഥമല്ല അവരുടെ. നമ്മളതെപ്പോഴും മനസ്സിലാക്കണം. ഇസ്ലാമിസ്റ്റുകളുടെ ഡിക്ഷണറി വേറെയാണ്. നമ്മൾ സമാധാനം എന്ന് പറയുന്ന അർത്ഥത്തിലല്ല അവർ സമാധാനം എന്ന് പറയുന്നത്. നമ്മൾ കരുണ എന്ന് പറയുന്ന അർത്ഥത്തിലല്ല അവർ കരുണ എന്ന് പറയുന്നത്. അതേപോലെ തന്നെയാണ് നമ്മൾ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന അർത്ഥത്തിലല്ല അവർ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. വ്യത്യാസമുണ്ട്. അവരെ സംബന്ധിച്ച് ഇപ്പോൾ മൗദൂദി പത്രത്തിനെ സംബന്ധിച്ച് അഫ്ഗാൻ ജനതയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടി. അവിടെയുള്ള സ്ത്രീകൾക്ക് ജോലിക്ക് പോകാതെ വീട്ടിനകത്ത് കുത്തിയിരിക്കാനുള്ള സ്വാതന്ത്ര്യം കിട്ടി. അവിടെയുള്ള പെൺകുട്ടികൾക്കാണെങ്കിൽ സ്കൂളിൽ പോകാതെ വീട്ടിനകത്ത് കുത്തിയിരിക്കാനുള്ള സ്വാതന്ത്ര്യം കിട്ടി. പിന്നെ 10-12 വയസ്സാകുമ്പോൾ അല്ലെങ്കിൽ 13-14 വയസ്സൊക്കെ ആകുമ്പോഴേക്കും വിവാഹം കഴിക്കാനുള്ള സ്വാതന്ത്ര്യം അവിടുത്തെ പെൺകുട്ടികൾക്ക് കിട്ടി. അവിടെയുള്ള ആണുങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ അവന് താടിയും മീശയും വടിക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം കിട്ടി. പിന്നെ പട്ടം പറത്താതിരിക്കാനുള്ള സ്വാതന്ത്ര്യം കിട്ടി. പക്ഷികളെ വളർത്താതിരിക്കാനുള്ള സ്വാതന്ത്ര്യം കിട്ടി. ഈ സ്ത്രീകളെ സംബന്ധിച്ച് ഒറ്റയ്ക്ക് വീടിന് പുറത്തിറങ്ങാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ വീടിന് പുറത്തേക്ക് പോവുകയാണെങ്കിൽ ഒരു പുരുഷ രക്ഷാധികാരിയെ കൂടെ കൂട്ടാനുള്ള സ്വാതന്ത്ര്യം, ഇതൊക്കെ അവർക്ക് കിട്ടി. അങ്ങനെ അവർ ചിന്തിക്കുന്നത്. അവിടെ എഴുത്തുകാർക്കാണെങ്കിൽ പുസ്തകങ്ങൾ എഴുതാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം കിട്ടി. കവിക്കാണെങ്കിൽ കവിത എഴുതാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം കിട്ടി. സിനിമാ സംവിധായകർക്ക് സിനിമ സംവിധാനം ചെയ്യാതിരിക്കാൻ, നിർമ്മാതാക്കൾക്ക് സിനിമ പിടിക്കാതിരിക്കാൻ, പിന്നെ അഭിനേതാക്കൾക്ക് സിനിമയിൽ അഭിനയിക്കാതിരിക്കാൻ, പ്രേക്ഷകർക്ക് സിനിമ കാണാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം. അപ്പോൾ ഈ സ്വാതന്ത്ര്യമൊക്കെ അവർക്ക് കിട്ടിയെന്നാണ് ഇവരർത്ഥമാക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ചിന്തിക്കുന്നത് പോലെയല്ല, ഇവരുടെ ഡിക്ഷണറി വേറെയാണ്. അതുകൊണ്ടാണ് ഈ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഇവരിങ്ങനെ പറയുന്നത്. അപ്പോൾ അവരുടെ കണ്ണിൽ ഇങ്ങനെ ഈ വിധത്തിലുള്ള സ്വാതന്ത്ര്യമൊക്കെ അനുഭവിച്ച് ജീവിക്കുന്നത് ഏറ്റവും മഹത്തരമായ കാര്യമാണ് എന്നാണ് അവർ ചിന്തിക്കുന്നത്. ആ ചിന്തയുടെ ബഹിർസ്ഫുരണമാണ് അത്തരം തലക്കെട്ടുകളൊക്കെ അവർ പത്രത്തിൽ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്, നമ്മൾ കണ്ടതൊക്കെ. പിന്നെ നേരത്തെ ദേവപ്രസാദ് സാറ് അമേരിക്കയുടെ ഒരു ഇത് പറഞ്ഞു. വാസ്തവത്തിൽ അമേരിക്കയ്ക്ക് കച്ചവട കണ്ണുണ്ട്, അത് നമുക്ക് ഒരു വിധത്തിലും നിഷേധിക്കാൻ പറ്റുന്ന കാര്യമല്ല. പക്ഷേ അഫ്ഗാനിസ്ഥാൻ്റെ കാര്യത്തിൽ അത് എത്രത്തോളം എന്നുള്ളത് എനിക്ക് സംശയമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഈ 20 വർഷം കൊണ്ട് അവിടെ മുടക്കിയിരിക്കുന്നതെന്ന് പറയുന്നത് $2.3 ട്രില്യൺ. അതായത് $2,30,000 കോടി. ഇന്ത്യൻ രൂപയിലേക്ക് വരുന്ന സമയത്ത് 170 ലക്ഷം
അത്രയും വരും. 170 ലക്ഷം കോടി രൂപ. 170 ലക്ഷം രൂപയല്ല, 170 ലക്ഷം കോടി രൂപ. അപ്പോൾ ഇത്രയും കോടി രൂപ അവിടെ കൊണ്ട് മുടക്കിയിട്ട് ലാഭം കിട്ടാൻ വേണ്ടിയാണല്ലോ പണം മുടക്കുന്നത്. കച്ചവടക്കണ്ണുള്ള ആളാണെങ്കിൽ പണം മുടക്കുന്നെങ്കിൽ ലാഭം കിട്ടണം. പക്ഷേ ഇതിൻ്റെ 10-1 പോലും അവിടെ നിന്ന് കിട്ടുകയില്ല. 170 ലക്ഷം കോടി രൂപ അവിടെ മുടക്കിയിട്ട് 17 ലക്ഷം കോടി രൂപ പോലും അതിന് തിരിച്ച് കിട്ടുകയില്ല. അതിനുള്ള ഇതൊന്നും അഫ്ഗാനിസ്ഥാനില്ല. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യത്തിൽ കച്ചവടക്കണ്ണെന്ന് പറയുന്നതിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. ഇത്രയും പണം മുടക്കുന്നു അവരുടെ ഈ മിലിറ്ററിക്ക്. ആ മിലിറ്ററിക്ക് വർഷങ്ങളായിട്ട് സാലറി കൊടുത്തുകൊണ്ടിരുന്ന അമേരിക്കയാണ്, അല്ലാതെ അഫ്ഗാൻ ഗവൺമെൻറ് അല്ല. അവർക്ക് ട്രെയിനിങ് കൊടുത്തിരുന്നു, അവർക്ക് അത്യാധുനികമായ ആയുധങ്ങൾ കൊടുത്തു. ഇതെല്ലാം കൊടുത്ത് അമേരിക്ക ഇതൊക്കെ ചെയ്തു. അവരെ സംബന്ധിച്ച് അവരവിടെ പോയത് സാറ് പറഞ്ഞതുപോലെ ജനാധിപത്യത്തിന് വേണ്ടിയിട്ടൊന്നുമല്ല. അവരവിടെ പോയത് വേൾഡ് ട്രേഡ് സെൻറ്റർ തകർത്ത അൽ ഖ്വയ്ദ നേതാവ് ഒസാമ ബിൻ ലാദനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അവരത് 2011 ആ കാര്യം നിർവഹിക്കുകയും ചെയ്തു. അതോടുകൂടി അപ്പം മടങ്ങിപ്പോകാനിരുന്നതാണ്. പക്ഷേ അപ്പം മടങ്ങിപ്പോയാൽ വീണ്ടും താലിബാൻ വരുമെന്ന് പറഞ്ഞിട്ട് അവരെ അഫ്ഗാൻ ഭരണകൂടം പിടിച്ചു നിർത്തുകയാണ് ചെയ്തത്. പിന്നെയും 10 കൊല്ലം കൂടെ അവർ വീണ്ടും നിന്നു. ഇത്രയും വർഷം ഈ നിൽക്കുന്ന സമയം കൊണ്ട് ഈ പണം ഇങ്ങനെ അവിടേക്ക്, അമേരിക്കക്കാരുടെ നികുതി പണം ഇങ്ങനെ അവിടെ അങ്ങോട്ടേക്ക് ഇങ്ങനെ തള്ളിക്കൊണ്ടിരിക്കുകയാണ്, അത് ഒഴുകിക്കൊണ്ടിരിക്കുക. ഒരു കാര്യം ശ്രീ അനിൽകുമാർ അയ്യപ്പൻ, പക്ഷേ എന്തുകൊണ്ടാണ് അമേരിക്ക പോലത്തെ ഇത്ര ശക്തമായിട്ടുള്ള ഒരു രാജ്യം 20 വർഷമായി അഫ്ഗാനിസ്ഥാനിൽ തുടർന്നിട്ടും ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഭരണ സംവിധാനം അഫ്ഗാനിസ്ഥാനിൽ കൊണ്ടുവരാൻ അമേരിക്കയ്ക്ക് സാധിക്കാതെ പോയത്? ഈ സ്റ്റേബിളായിട്ടുള്ളൊരു ഭരണ സംവിധാനം വരണമെങ്കിൽ അവിടുത്തെ ജനതയ്ക്ക് ആ വിധത്തിലുള്ളൊരു മനോഭാവം ഉണ്ടായിരിക്കണം. തങ്ങൾ സമാധാനത്തോടുകൂടെ ഭരിക്കപ്പെടണം എന്ന് അവിടുത്തെ ജനത ചിന്തിച്ചെങ്കിൽ മാത്രമേ ആ വിധത്തിൽ, ജനതയിൽ നിന്നാണല്ലോ നേതാക്കന്മാരുണ്ടായി വരുന്നത്, അല്ലാതെ നേതാക്കന്മാർ പുറമെ അന്യഗ്രഹത്തിൽ നിന്ന് വരുന്നവരൊന്നുമല്ല. അപ്പോൾ ഈ ഒരു ചിന്താഗതി അവർക്കുണ്ടായിരിക്കണം. പക്ഷേ നിർഭാഗ്യവശാൽ അവരുടെ ഐഡിയോളജി വേറെയാണ്. അത് തമ്മിൽ തെറ്റിക്കുന്നതാണ്, അവരെ പരസ്പരം തല്ലുപിടിപ്പിക്കുന്നതാണ്. അത് നമ്മൾ എവിടെ നോക്കിയാലും കാണാം. ഇസ്ലാമിക രാജ്യങ്ങൾ എവിടെ നോക്കിക്കഴിഞ്ഞാലും ഈ പ്രശ്നം അവിടെ ഉണ്ട്. അതേസമയം മറ്റിടങ്ങളിൽ അത് കാണുകയില്ല. അവിടെ ജനങ്ങൾ സമാധാനത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കും. ഇവിടെ അങ്ങനെയല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അമേരിക്കയല്ല വേറെ ആര്, പുറമേന്ന് ആര് എന്തുകൊണ്ട് ചെന്ന് കഴിഞ്ഞിട്ട് ഒരു പ്രയോജനവും. ഇത് അകത്തുനിന്ന് വരേണ്ട സംഭവമാണിത്. ഉള്ളിലുള്ളവർ, ആ ജനത ആഭ്യന്തരമായിട്ട് അവരുടെ ഉള്ളിൽ അവർക്ക് തോന്നണം ഇത് ഇങ്ങനെ പോയാൽ പറ്റുകയില്ല, ശരിയായിട്ടുള്ള ഒരു സമാധാനവും സ്വസ്ഥത നിറഞ്ഞ ജീവിതത്തിന് നമ്മൾ ഒഴിവാക്കേണ്ടതായ കുറേ കാര്യങ്ങളുണ്ട്, അത് ഒഴിവാക്കണം. അങ്ങനെ അവർ ചിന്തിക്കേണ്ടതാണ്. അത് ചിന്തിക്കാത്തിടത്തോളം കാലം അമേരിക്കയല്ല ലോകത്തുള്ള മുഴുവൻ രാജ്യങ്ങൾ അവിടെ കൊണ്ടുവന്ന് എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും ആ തമ്മിലടിയും പ്രശ്നം തീരുകയില്ല. അതിനിപ്പോൾ നമുക്ക് ഒരാളെയും കുറ്റം പറയാൻ പറ്റില്ല. അവരുടെ ഒരു ഐഡിയോളജിയുടെ ഒരു പ്രശ്നമാണിത്. തീർച്ചയായും. ശ്രീ രാഹുൽ ഈശ്വർ, ഈ 1996 മുതൽ 2001 വരെയുള്ള കാലയളവിൽ താലിബാൻ അഫ്ഗാൻ ഭരിച്ചപ്പോൾ കണക്കനുസരിച്ച് ഈ അഫ്ഗാൻ സ്ത്രീകളുടെ ഇടയിലുള്ള ആത്മഹത്യാ നിരക്ക് വളരെ ഭീകരമായിരുന്നു. ഏകദേശം 97% സ്ത്രീകളും വിഷാദ രോഗങ്ങൾക്ക് അടിമകളായിരുന്നു. പലപ്പോഴും അവർക്ക് കൃത്യസമയത്ത് വേണ്ടത്ര ആരോഗ്യ പരിപാലനം പോലും കിട്ടാതെ മരണമടയേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. കാരണം സ്ത്രീകൾ മാത്രമുള്ള ആശുപത്രികളിലേക്കാണ് അവർക്ക് പോകാൻ അനുവാദമുണ്ടായിരുന്നുള്ളൂ. ഈ താലിബാൻ്റെ ഈ രണ്ടാം വരവിൽ ഈ ഒരു ഇത്തരം ഭീകരമായ പ്രാകൃതമായ സംവിധാനങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഒരു മാറ്റം നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും, പ്രത്യേകിച്ച് സ്ത്രീകളുടെ കാര്യത്തിൽ, സ്ത്രീകളുടെ താലിബാന്റെ പോളിസി, താലിബാന്റെ ഒരു ചരിത്രം നമുക്കറിയാം. അവരുടെ പുതിയ പോളിസികൾ നമുക്ക് ഒരുപക്ഷെ അറിയാം. വന്നപ്പോൾ തന്നെ കോ എഡ്യൂക്കേഷൻ അടക്കമുള്ള കാര്യങ്ങൾ ബാൻ ചെയ്യണം എന്നൊരു നിലപാടെടുത്തുകൊണ്ട് തന്നെയാണ് അവർ വന്നത്. അതുകൊണ്ട് താലിബാൻ എന്നും അവരുടേതായ ഒരു ട്രബിൾഡ് ലെഗസി ഉണ്ട്. നമ്മളെല്ലാം ഒരു പ്രോ അമേരിക്കൻ പൊസിഷൻ പൊതുവെ എടുക്കുന്നതാണ്. അമേരിക്കയുടെ ഭാഗത്തുനിന്നും ഇത് വിജയിച്ചില്ല എന്നുള്ളൊരു തിരിച്ചറിവുണ്ടാകും. കാര്യം വിയറ്റ്നാം ആകട്ടെ അമേരിക്ക ആകട്ടെ ഒരു പരിധിക്കപ്പുറം ഈ രാജ്യങ്ങളിൽ പോപ്പുലർ സപ്പോർട്ടോ പോപ്പുലർ പിന്തുണയോ ഇല്ലാതെ ഭരിക്കാൻ കഴിയില്ല. വിയറ്റ്നാമിനെ പോലൊരു ചെറിയ രാജ്യത്തിന് അമേരിക്കയെ തോൽപ്പിക്കാൻ കഴിഞ്ഞത് ഒരുപാട് കാലം നമുക്കൊരു ഗവൺമെന്റിനെ പ്രോപ്പ് അപ്പ് ചെയ്യാനൊന്നും കഴിയില്ല. അതാണ് എന്റെ റിയാലിറ്റി. അവിടെയാണ് അമേരിക്ക കുറെ കൂടെ ആഴത്തിൽ കുറച്ചുകൂടെ ലോക്കൽ ആൾക്കാരെ എനർജൈസ് ചെയ്ത് ഇന്റർവ്യൂ ചെയ്യാൻ വരുന്നു. ഈ പാസ്തൂൻ അല്ലെങ്കിൽ പഠാൻ ജനത വലിയ പോരാട്ട വീര്യമുള്ള ഒരു ജനതയാണ്. അപ്പം അവരിലെ മോഡറേറ്റ്സിനെ കുറെ കൂടെ എംപവർ ചെയ്യണമായിരുന്നു. അപ്പൊ ഇനി എന്താണ് ഫ്യൂച്ചർ കോഴ്സ് എന്നുള്ളതാണ്. എന്തായാലും താലിബാൻ ഭരണം ആസ് ഓഫ് നൗ ശുഭാപ്തി വിശ്വാസം തരുന്നൊരു കാര്യം അല്ല എന്ന് പ്രൂവ് ചെയ്യേണ്ടവരാണ്. പക്ഷെ ഇന്ത്യ ഓൾറെഡി താലിബാനോട് എൻഗേജ് ചെയ്യാനുള്ള കാര്യങ്ങൾ തുടങ്ങി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ. ആ രീതിയിൽ നമുക്ക് വി കനോട്ട് ചൂസ് അവർ നെയ്ബേഴ്സ്, നമുക്ക് നമ്മുടെ അയൽക്കാരെ ചൂസ് ചെയ്യാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് അതുമായി നമ്മൾ എങ്ങനെ പൊരുത്തപ്പെട്ട് മുമ്പോട്ട് പോകുന്നു എന്നുള്ളതിനാണ് നമ്മുടെ ഇനി മുമ്പിലുള്ള ചലഞ്ച്. ഓക്കെ, ശ്രീ ദേവസ് പ്രസാദ്, ഈ അഫ്ഗാൻ ഭരണത്തിൽ താലിബാൻ വന്നപ്പോൾ അല്ലെങ്കിൽ അതിന് മുമ്പ് തന്നെ പലപ്പോഴും പല പഠനങ്ങളും ഉയർത്തുന്ന ഒരു ആശങ്കയാണ് കാബൂൾ, കാശ്മീർ, കേരളം. ഇതിൽ എത്രമാത്രം വാസ്തവമുണ്ട്? ഇപ്പോൾ താലിബാൻ കാബൂൾ കീഴടക്കിയിരിക്കുന്നു, കാശ്മീർ കീഴടക്കുവാൻ താലിബാൻ സഹായിക്കുമെന്ന് അൽ ഖ്വയ്ദ പ്രസ്താവന ഇറക്കുന്നു.
പിന്നെ ഒരു കേരളമാണ് അവരുടെ ഒരു ടാർഗറ്റ് എന്നുള്ള റിപ്പോർട്ടുകളും വാർത്തകളും അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ വരുന്നു. ഇതിൽ എത്രമാത്രം വാസ്തവമുണ്ട് ശ്രീ ടി ദേവപ്രസാദ്? ഈ വളരെ ആശങ്കാജനകമായ അല്ലെങ്കിൽ ഭീതിപ്പെടുത്തുന്ന സൂചനകളാണ് നമുക്ക് കിട്ടുന്നത്. നമുക്കറിയാം, ഇന്നലെ തിരുവനന്തപുരത്ത് നിന്ന് 10 കാശ്മീരി യുവാക്കളെ പിന്നെ വെടിക്കോപ്പുകളുമായിട്ട് അല്ലെങ്കിൽ തോക്കുമായിട്ട് നിയമവിരുദ്ധമായ തോക്കുകളുമായിട്ട് ഇന്നലെ പോലീസ് പിടിച്ചിട്ടുണ്ട്. കേരളത്തിലേക്ക് 12 തീവ്രവാദികൾ ശ്രീലങ്കയിൽ നിന്ന് വന്നെന്നൊക്കെയാണ് പറയുന്നത്, വന്നതായിട്ട് ചില പത്രങ്ങളിൽ റിപ്പോർട്ട് ചെയ്തു. നമുക്ക് പലതരത്തിലുള്ള വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. പിന്നെ മാത്രമല്ല, ഇപ്പൊ ഈ താലിബാനേക്കാൾ കൂടുതൽ ഇക്കാര്യത്തിൽ ഇടപെടാൻ സാധ്യതയുള്ള IS ഖൊറാസാൻ എന്ന് പറഞ്ഞ അവരുടെ സംഘടനയെന്നാണ് കേൾക്കുന്നത്. അവിടെ നമുക്കറിയാമല്ലോ, കേരളത്തിൽ നിന്ന് പോയ 3-4 കുട്ടികൾ അവിടുത്തെ പടയാളികളുടെ, മരിച്ചുപോയ അല്ലെങ്കിൽ കൊല്ലപ്പെട്ട പടയാളികളുടെ ഭാര്യമാരും ഒക്കെ ആയിരുന്നു, അവരുടെ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ടാണ് അവർ ജീവിക്കുന്നത്. അവരൊക്കെ ഇന്ത്യയിലേക്ക് വന്നോ, കടന്നിട്ടുണ്ടോ, എവിടെ എത്തിയിട്ടുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയത്തില്ല. തീർച്ചയായിട്ടും ഇന്ത്യയിൽ ഒരു അസ്ഥിരത ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം ഉണ്ടാവും എന്നുള്ളതിനെ കുറിച്ച് നമ്മുടെ സർക്കാരും അസ്വസ്ഥതയുണ്ട്. പക്ഷെ അങ്ങനെ നമ്മൾക്ക് അങ്ങനെ ഭയന്ന് ജീവിക്കാൻ പറ്റത്തില്ലല്ലോ. നമ്മൾ നമ്മുടെ കാര്യം നോക്കേണ്ടി വരും. നമ്മുടെ കാര്യം നോക്കാനുള്ള ഒരു ശേഷി നമ്മുടെ സർക്കാരിനുണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കേണ്ടി വരും. കാരണം കേരളത്തിന് അല്ലെ ലോകത്തിന്റെ പലയിടത്തും നടക്കുന്ന, ഇന്ത്യയുടെ പലയിടത്തും നടക്കുന്ന അന്വേഷണങ്ങളുടെ പലതും കണ്ടുപിടിക്കുന്നുണ്ട്. നമ്മുടെ കണ്ണൂരുന്ന ആൾക്കാരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അങ്ങനെയൊക്കെ ഉള്ളത് നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ ഗവൺമെന്റ് കാര്യത്തിൽ ജാഗ്രത പുലർത്തുന്നു. പിന്നെ ഇതിനകത്തൊരു വലിയൊരു സംയമനം സർക്കാർ പുലർത്തേണ്ടതുണ്ട് വാർത്തകൾ പുറത്തു വിടുന്നതിലൊക്കെ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അല്ലെങ്കിൽ ജനങ്ങൾ വല്ലാതെ പേടിക്കും, ഇവിടെ ഇപ്പൊ എന്തൊക്കെയാ നടക്കുന്നതെന്നുള്ളൊരു ഭയം ഉണ്ടാവും. ഏതായാലും അത് വളരെ പ്രസക്തമായ ഒരു 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 സംശയമാണ് പല ജനങ്ങളുടെ ഇടയിൽ, അല്ലെങ്കിൽ ചിന്തിക്കുന്നവരുടെയും എല്ലാം നിരീക്ഷിക്കുന്നവരുടെയും മനസ്സിൽ അത്തരത്തിലുള്ള അപകടങ്ങൾ, ദുരന്തങ്ങൾ ഉണ്ടാവുക എന്നുള്ളൊരു ഭയം വളരെ ശക്തമായിട്ട് വരുന്നുണ്ട്. പിന്നെ ഈ അമേരിക്കയുടെ ഒരു 20 വർഷത്തെ അവിടുത്തെ അഫ്ഗാനിസ്ഥാനിലെ ഭരണത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ, അമേരിക്കയുടെ 20 വർഷം നമുക്കറിയാം. ഇന്നിപ്പം അമേരിക്കക്കാൻ പട്ടാളക്കാർ പോകുന്നു എന്ന് പറഞ്ഞപ്പം പോകരുത് എന്ന് പറഞ്ഞ് മുറവിളി കൂട്ടിയ ജനങ്ങളുടെ ഒരു കണക്കും അല്ലെങ്കിൽ ആ ഒരു ജനക്കൂട്ടത്തിന്റെ സംഖ്യയൊക്കെ നമ്മൾ കണ്ടത്. എന്തുകൊണ്ട് അവർ അപ്പൊ അഫ്ഗാനിസ്ഥാനിലെ ജനങ്ങളുടെ ഒരു നല്ല പങ്ക് ഇപ്പോഴും അവര് സ്വാതന്ത്ര്യമൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അവരെ നയിക്കാനോ അവർക്ക് നല്ല നേതൃത്വം കൊടുക്കാനോ അവർക്ക് സാധിക്കുന്നില്ല. രണ്ടാമതൊരു സംഭവം, തോക്കും വെടിയുണ്ടായിട്ട് വരും. ഇന്ത്യയിൽ ആണെങ്കിൽ പോലും ഏത് രാജ്യത്താണേലും അതാണ്, ഈ ശക്തിയുള്ളവൻ അല്ലെങ്കിൽ വെടിയുണ്ടയും തോക്കുമായിട്ട് വന്ന് വെടിവെക്കുന്നവൻ മറ്റൊരു നിശബ്ദരാക്കാൻ സാധിക്കുന്നു. അപ്പൊ താലിബാനിൽ ഒരു ജനാധിപത്യ രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് നടന്നിട്ട്, അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിൽ ജനാധിപത്യ രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് നടന്നിട്ട് താലിബാൻ ജയിക്കുകയാണെങ്കിൽ നമുക്ക് അതിന് എന്താ പ്രശ്നം ഇരിക്കുന്നത്? താലിബാന്റെ നിലപാടുകൾ നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും, പക്ഷെ അവിടുത്തെ ജനങ്ങൾക്ക് അതാ താല്പര്യം. പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്ന അങ്ങനെയല്ല. കാരണം അവിടുത്തെ നമ്മൾ കണ്ടിരിക്കുന്ന വിഷ്വൽസ് ഒക്കെ എന്താ, പട്ടാളക്കാരുടെ കയ്യിലേക്ക് കൊച്ചിനെ എറിഞ്ഞു കൊടുക്കുന്നു, അല്ലെ? ഞാൻ കൊച്ചെങ്കിലും രക്ഷപ്പെടട്ടെ എന്ന് പറഞ്ഞു. വിമാനത്തിൽ നമ്മൾ KSRTC ബസ്സിലൊക്കെ കൊണ്ട് ഇടിച്ചു കയറുന്ന പോലെ ഇടിച്ചു കയറാനായിട്ട് ശ്രമിക്കുന്നു. ജനങ്ങൾക്ക് രക്ഷപ്പെടണം എന്നൊരു ഒരു ചിന്ത വന്നിരിക്കുന്നു. താലിബാൻ മാറിയോ ഇല്ലയോ എന്ന് രാഹുൽ ഈശ്വർ പറഞ്ഞ പോലെ തെളിയിക്കപ്പെട്ട താലിബാനാണ്. പക്ഷെ അമേരിക്ക വലിയൊരു ഒരു പ്രത്യാശ അതിനെക്കുറിച്ച് പടർത്തുന്നുണ്ട്. അവരുടെ ഇമേജ് നിലനിർത്താൻ വേണ്ടിയാണെന്ന് അറിയത്തില്ല. ഏതായാലും അമേരിക്ക വിലക്കിയിട്ടുള്ള തീവ്രവാദ സംഘടനകളിൽ നിന്ന് താലിബാൻ ഇല്ല. ബാക്കിയുള്ള തീവ്രവാദ സംഘടനകളുടെ താലിബാൻ ഇല്ല. അവർക്ക് മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും. മാറ്റം വരെയും ആ ജനതയെ നയിച്ചിട്ട് അവർക്ക് വേണ്ടുന്ന രീതിയിൽ ആ രാജ്യത്തെ ജനങ്ങൾക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ അവർ കൊണ്ടുപോവുകയും ചെയ്താൽ അവർക്ക് നല്ലതായിരിക്കും. പക്ഷെ അതാണ് സംഭവിക്കാൻ പോകുന്നതെന്നുള്ളത് സംബന്ധിച്ച് ഇപ്പം വിശ്വസിക്കാൻ ഒരു ന്യായവുമില്ല. ഭാരത സർക്കാർ വളരെ ജാഗ്രതയോടെ നമ്മൾ ഇതുവരെ അവരെ അംഗീകരിച്ചിട്ടില്ല, പക്ഷേ ചില ചർച്ച നടത്തിയിട്ടുണ്ടെന്ന് നമുക്കറിയാം, ആ പത്രങ്ങളിൽ വന്നിട്ടുണ്ട്. അതുപോലെ അവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരാൾ നമ്മുടെ ഇന്ത്യൻ മിലിറ്ററി അക്കാഡമി പഠിച്ച ഒരാളാണെന്നാണ് നമ്മൾ പത്രങ്ങളിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കുന്നത്. അപ്പം ബന്ധപ്പെടാനൊക്കെ നമുക്ക് ചില സോഴ്സുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ താലിബാൻ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിൽ സ്വാതന്ത്ര്യമുണ്ട്. ആർക്ക് സ്വാതന്ത്ര്യമുണ്ട്? കുറച്ചു മുമ്പ് അദ്ദേഹം പറഞ്ഞ പോലെ ഈ സിനിമ പിടിക്കാനുള്ള സ്വാതന്ത്ര്യം വേണ്ടാത്തവർക്ക് ഉണ്ടെന്ന്. അത് പണ്ട് വരുന്ന കാലത്ത് ആരെങ്കിലും നിർബന്ധിച്ചിട്ടുണ്ടോ സിനിമ പിടിക്കണമെന്ന് പറഞ്ഞു? ആരോടെങ്കിലും പുറത്ത് പർദ്ദ ഇടാതെ നടന്നോണെന്ന് ആരെങ്കിലും നിർബന്ധിച്ചിട്ടുണ്ടോ? സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് അവരുടെ ഇഷ്ടം അനുസരിച്ച് ജീവിക്കാനുള്ള, അല്ലെങ്കിൽ ഒരു സാമൂഹിക വ്യവസ്ഥ അനുസരിച്ച് ജീവിക്കാനുള്ള ഒരു അവസരമാണ്. ഇപ്പൊ പർദ്ദയിട്ട് ജീവിക്കുന്നതൊന്നും വലിയ സ്വാതന്ത്ര്യമില്ലായ്മ ഒന്നാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പ്രൊഫസർ. അതൊക്കെ ഓരോ രാജ്യത്തിന്റെ, ഓരോ ജനങ്ങളുടെയും സംസ്കാരത്തിന്റെ ഒക്കെ ഭാഗം. ആരെങ്കിലും നിർബന്ധിക്കുമ്പോഴാണ് അത് തെറ്റായിട്ട് മാറും, അല്ലേ? ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം കുറെ കൂടി സ്പെസിഫിക് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഇന്ത്യയിൽ ഒട്ടേറെ സംസ്ഥാനങ്ങളുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് കാശ്മീരിന് ശേഷം കേരളത്തെ ഇവർ സ്പെസിഫിക് ആയിട്ട് ടാർഗറ്റ് ചെയ്യുന്നത്?
ശ്രീ ദേവപ്രസാദ്? അത് നമ്മൾ എനിക്കും ഒരു 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 എന്താ ഇത്രയും ഈ മാധ്യമ പ്രവർത്തനത്തിലൂടെയൊക്കെ അല്ലെങ്കിൽ പത്രങ്ങളിലൂടെയൊക്കെ വായിക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ ഒരു മുഖ്യധാര രാഷ്ട്രീയത്തിൽ അവർക്ക് വന്നിരിക്കുന്ന ഒരു വലിയ സ്വാധീനമാണ്, മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് വന്നിരിക്കുന്ന ഒരു സ്വാധീനമാണ്. അവരെ വണക്കാൻ, അവർക്ക് ഇഷ്ടമില്ലാത്ത ചെയ്യാൻ UDF ആയാലും LDF ആയാലും ഒന്നും തയ്യാറല്ല. UDF ആണെങ്കിൽ മുസ്ലിം ലീഗ് ഒരു 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 ശക്തി തന്നെ അവർക്കുണ്ട്. LDF വരുമ്പോൾ അതിനുള്ള സമ്മർദ്ദ തന്ത്രങ്ങൾ അവർക്കുണ്ട്. അതിനുള്ള ആൾക്കാരെ അവരെപ്പോഴും അങ്ങനെ വളരെ വളരെ കാര്യമായി പ്രവർത്തിക്കത്തക്ക രീതിയിൽ അവരുടെ ആൾക്കാരെ അതിനകത്ത് വെക്കും. ഇപ്പൊ നമ്മൾ പറയാമല്ലോ, കേരളത്തിൽ ഈ സമാന്തര എക്സ്ചേഞ്ചുകളുടെ വാർത്ത വന്നു, ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ? ഇപ്പൊ ഇന്നലെ തന്നെ ഒരു പാലായിലെ മെത്രാൻ കല്ലറങ്ങാട്ട് പിതാവ് അദ്ദേഹത്തിന്റെ ഇടവുകളിലേക്ക് അയച്ചൊരു സന്ദേശമുണ്ട്. അച്ഛന്മാരുടെ പേര് പറഞ്ഞ് വിളിച്ച് പെൺകുട്ടികളെ വശീകരിക്കാൻ നടത്തുന്ന ശ്രമത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. അത് അനുഭവപ്പെട്ട ഒരു സ്ത്രീ, ഒരു പഞ്ചായത്ത് പ്രസിഡന്റാണ്, കടപ്പളാമറ്റം എന്ന് പറഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റ് ലിസി എന്ന് പറഞ്ഞു. അവരുടെ ഒരു വീഡിയോ എനിക്ക് അറിയുന്നതാണ്. ഈ കടപ്പളാമറ്റമൊക്കെ എൻ്റെ നാടും കൂടി. അപ്പൊ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് എനിക്ക് വ്യക്തിപരമായി അറിയില്ല. പക്ഷെ അവര് പറഞ്ഞതിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്, ഇങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവരെ തിരിച്ചു വിളിക്കാൻ നോക്കിയപ്പോൾ ഈ നമ്പറില്ല. 8 അക്ക നമ്പരേ ഉള്ളൂ സാർ. നമ്മുടെ മൊബൈൽ 10 അക്ക നമ്പറാണല്ലോ, വേറെ 8 അക്ക നമ്പരേ ഉള്ളൂ. ഇതൊക്കെ ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് കേരളത്തിൽ. അതിനുള്ള ഒരു പശ്ചാത്തലമുണ്ട്. നമുക്ക് സക്കീർ നായിക്കിന്റെ ഒക്കെ ആഹ്വാനങ്ങൾ കേട്ടിരുന്നല്ലോ, വിശ്വാസങ്ങൾ വേണ്ടവരൊക്കെ കേരളത്തിലേക്ക് കുടിയേറാനൊക്കെ പറഞ്ഞു. വിദ്യാഭ്യാസ മേഖലകളിൽ ഏതെല്ലാം മേഖലകളിലാണ് ഇന്ന് ഇങ്ങനെ. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ കാലത്ത് വളരെ കാഷ്വലായിട്ട് എടുത്ത ഒരു സംഭവമാണ്, ഇവിടുത്തെ അനാഥ മന്ദിരങ്ങളിലൊക്കെ ആളില്ലാഞ്ഞിട്ട് എങ്ങാണ്ട് നിന്നൊക്കെ ഒരു യത്തീം ഖാനകളിലൊക്കെ എങ്ങാണ്ട് നിന്നൊക്കെ ആളുകളെ കൊണ്ടുവന്ന് വളർത്തുന്നു എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ എന്തിന്റെ അടയാളങ്ങളാണെന്നുള്ളതിനെ കുറിച്ചൊക്കെ എല്ലാവരും ചിന്തിക്കണം. മറ്റേ ഇവർക്കാർക്കും അങ്ങനെ ചിന്തിക്കാനുള്ള ഒരു ധൈര്യം, ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നൊന്നും രണ്ട് കക്ഷിക്കുള്ളതായിട്ട്, രണ്ട് മുന്നണിക്കുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം അന്ന് മറ്റേവരുടെ കാലത്ത് നടന്നതിനേക്കാൾ ഒട്ടും കുറവില്ലാതെ ഇപ്പോഴും നടക്കുന്നു. അവരെ കുറിച്ച് എന്തെങ്കിലും പറയാനോ, ഇപ്പം തന്നെ ഈ ഇടതുപക്ഷം നമുക്കിപ്പോൾ ഉറപ്പുള്ളാത്തൊരു കാര്യം, ഞാൻ കുറച്ചു മുമ്പ് സൂചിപ്പിച്ച ഒരു കാര്യമാണ്, ഈ മലബാർ കലാപം ഒരു ദേശീയ സമരമാണ്, സ്വാതന്ത്ര്യ സമരമാണെന്ന് ഇത്ര ശക്തിയായി വാദിക്കേണ്ട അന്നത്തെ കാലത്തെ പുസ്തകങ്ങളൊക്കെ ഉണ്ടല്ലോ, നമുക്ക് ജനങ്ങൾക്ക് മനസ്സിലായില്ലേ. പക്ഷെ ഇടതുപക്ഷം അങ്ങനെ ഒരു ലൈൻ എടുത്തിരിക്കുക. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ലൈൻ എടുത്തിരിക്കുന്നത്? അതുപോലെ മന്ത്രിയുടെ മരുമകനും കൂടി ആയിരിക്കുന്ന മന്ത്രി റിയാസ്, അവിടെ അദ്ദേഹത്തിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ എന്താ പറഞ്ഞത്, അദ്ദേഹത്തിന് അവിടെ ആ കുഴിമാടത്തിന് ചെന്നപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര രക്തം തിളച്ചെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞ് അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടു. ഇതൊക്കെ വ്യക്തമായ ഉദ്ദേശങ്ങളോടെ ചെയ്യുന്നതാണ്. പക്ഷെ ഇതൊക്കെ വലിയ അപകടകരമായ സാഹചര്യത്തിലേക്കാണ് നമ്മുടെ നാടിനെ നയിക്കുന്നതിനെ കുറിച്ച് സംശയിക്കുന്നവരുണ്ട്, ഭയപ്പെടുന്നവരുണ്ട്. പക്ഷെ അത് അങ്ങനെയുള്ളവരെ നിശബ്ദരാക്കാൻ ഇനി ഇവർക്ക് പറ്റുമെന്ന് നമുക്കറിയത്തില്ല. എന്താ ഈ ഭീകരപ്രസ്ഥാനത്തിൻ്റെതാണല്ലോ ഭൂരിപക്ഷം അല്ല അതിനകത്ത് പ്രശ്നം. അവരവരുടെ ബലം ഉപയോഗിച്ച് ശക്തി പ്രകടിപ്പിക്കും. ശക്തി പ്രകടിപ്പിച്ചുള്ളവരെ നിശബ്ദരാക്കാൻ അവർക്ക് സാധിക്കും, പലതരത്തിലുള്ള ഭീഷണികൾ. ഇപ്പൊ ഈ ഫോണിന്റെ കാര്യം പറഞ്ഞ ആ മാഡം തന്നെ പറഞ്ഞ എന്താണ്, അവര് ഇങ്ങനെ അവർക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ പറഞ്ഞ് വളരെ റൂഡായിട്ട് അവരോട് സംസാരിക്കുന്നു. ഒന്നും പിടിച്ചെടുക്കാൻ പോലീസിൽ കൊടുത്തപ്പോൾ പോലീസിന് അറിയത്തില്ല ഇത് എവിടുന്ന വന്നെന്ന്. ഈ ഫോൺ കണ്ടുപിടിക്കാൻ പറ്റും, സൈബർ അന്വേഷണമൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു ബിഷപ്പ് ഒരു മുന്നറിയിപ്പ് ജനത്തിന് കൊടുത്തിട്ട് ഈ ഗവൺമെന്റ് എന്തെങ്കിലും ഒരു നടപടി എടുത്തിട്ട് ഇങ്ങനെ വിളിക്കുന്നുണ്ട്, വ്യാജമായിട്ട് വിളിക്കുന്നുണ്ട്. അതിങ്ങനെയാണ്, അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു അന്വേഷണം നടത്തുന്നതായിട്ട് നമുക്ക് ആർക്കെങ്കിലും അറിയാമോ? സർക്കാർ എന്തെങ്കിലും ഇതിന് ഒരു നടപടി എടുക്കുന്നുണ്ടോ? ഇദ്ദേഹത്തെ പിന്നോട് കാര്യങ്ങൾ അന്വേഷിക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ. അദ്ദേഹത്തിന്റെ ജനങ്ങൾക്ക് മുഴുവൻ വേണ്ടി എഴുതിയ ഒരു ലേഖനമാണ് അല്ലേ? അതിനകത്ത് ഇങ്ങനെ ഒരു കാര്യം മുന്നറിയിപ്പ് നൽകുമ്പോൾ, നാട്ടിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് ഒരു നടപടിയില്ല. നടക്കുന്നുണ്ടോ? നടന്നോട്ടെ. ഇങ്ങനെ ഒരു സമീപനം, ഇങ്ങനെ അവരെ സൂപ്പിച്ചുള്ള സമീപനം എടുക്കുമ്പോൾ പിന്നെ എവിടെ അപ്പം തീവ്രവാദികൾക്ക് ഒതുങ്ങിയിരിക്കാനുള്ള ഒരു സാഹചര്യം ഞാൻ ഓർക്കുന്ന ഒരു കാര്യം, ഈ മുസ്ലിം ലീഗിന്റെ 1982 കരുണാകര മന്ത്രിസഭയുടെ കാലത്ത് കുവൈറ്റിൽ നിന്ന് ഇന്ത്യ ഗവൺമെന്റ് അനഭിമതരെന്ന് പ്രഖ്യാപിച്ച 3 ആൾക്കാർ ഇവിടെ വന്നു. അവര് അന്നത്തെ ലീഗ് മന്ത്രിയുടെ കാറെല്ലാം സ്വിച്ച്. അന്ന് കേരളത്തിൽ വലിയ വിവാദമൊക്കെ ആയി. അങ്ങ് കെട്ടടങ്ങി. അല്ലെങ്കിൽ അത് സപ്രസ് ചെയ്യേണ്ട കരുണാകരനെ കൂടെ ഒരു ആവശ്യമായിരുന്നു, അന്നത്തെ കോൺഗ്രസിന്റെ ഒരു ആവശ്യമായിരുന്നു. അപ്പൊ ഇങ്ങനെ ഈ ഇരു പാർട്ടികളും ഇങ്ങനെ ഒരു വോട്ടിന് വേണ്ടി, അതിന് പക്ഷെ ഉണ്ടാകുന്ന ഒരു ദുരന്തം എന്താണ്? ഉണ്ടാകുന്ന ഒരു ദുരന്തം വടക്കേ ഇന്ത്യ സംഭവിച്ചതുപോലെയാണ്. മുസ്ലിമുകളെ അതിര് വിട്ട് പ്രോത്സാഹിപ്പിക്കുന്നുള്ള രീതി കൊണ്ട് BJP ഹിന്ദു വർഗീയത അല്ലെങ്കിൽ ഹിന്ദുക്കള് അവർക്ക് ഒരു രക്ഷയില്ലെന്നുള്ള രീതിയിൽ അവര് BJPയുടെ മുമ്പിലാവും. BJP എന്ത് തെറ്റ് ചെയ്താലും. പറഞ്ഞു തീർത്തോട്ടെ. ഈ ഒരു പ്രശ്നം വരുമ്പോ അവരുടെ ഹിന്ദുക്കളും BJPക്ക് വോട്ട് ചെയ്ത് പോകുന്നു. അപ്പൊ നമ്മൾ പറയുന്ന മതേതരത്വം എന്ന് പറയുന്ന ഏതെങ്കിലും ഒരാൾക്ക് ഒരു പ്രത്യേകത കൊടുക്കുന്നുണ്ട്. എല്ലാവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം. ഹിന്ദുക്കളുടെയും സംരക്ഷിക്കപ്പെടണം, ക്രിസ്ത്യാനിയുടെയും സംരക്ഷിക്കപ്പെടണം, മുസ്ലിമിന്റെ സംരക്ഷിക്കപ്പെടണം. ഒരാൾക്ക് ഇല്ലാത്തൊരു സംരക്ഷണവും അവകാശവും മറ്റൊരാൾ കൊടുക്കുന്നതാണ് ബാക്കിയുള്ളവർക്ക് വിഷമം ഉണ്ടാവും. പിന്നെ ചിലരത് മനഃപൂർവ്വം ദുരുപയോഗിക്കുന്നുണ്ട്. ആ ദുരുപയോഗം നമ്മൾ കണ്ടുപിടിക്കണം.
ആ കണ്ടുപിടിക്കുക മാത്രമല്ല, അങ്ങനെ ദുരുപയോഗം ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വരും. ഓക്കെ. കേരളത്തിലെ ബുദ്ധിജീവിയായ ഒരു വലിയ പത്രപ്രവർത്തനം, മാധ്യമപ്രവർത്തനം, ഒരു ചാനൽ സംവാദത്തിൽ കേരളത്തിലെ ഒരു പഴയ മന്ത്രിയുടെ മകൻ ഒരു വേറൊരു അവിഹിതം ഉണ്ടായതിനെ കുറിച്ചൊക്കെ ഉള്ള സംവാദത്തിൽ പറഞ്ഞു, അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ അദ്ദേഹം മുസ്ലിമിലേക്ക് പോരണം, ഇസ്ലാമിലേക്ക് പോരണം. തമാശ പോലെ പറഞ്ഞതാ. പക്ഷെ അതൊക്കെ വാട്ട് ഈസ് ദ മെസ്സേജ്? അത് കൊടുക്കുന്ന സന്ദേശം എന്താ? അദ്ദേഹത്തിന് ഭാര്യയൊക്കെ ഉള്ളതാണ് ആ യുവാവിന്. അദ്ദേഹത്തിന് വേറൊരു ബന്ധം, അദ്ദേഹത്തിനെതിരെ കേസ് കൊടുത്തു, അങ്ങനെയൊക്കെ പറഞ്ഞുള്ള ഒരു സംവാദം. ഞാൻ സൂചിപ്പിക്കുന്ന കഥകളൊക്കെ എല്ലാവർക്കും കേൾക്കുന്നവർക്കെല്ലാം അറിയാം. അതിനെക്കുറിച്ച് ഒരു വലിയ ബുദ്ധിജീവി, ഇന്നിപ്പം വലിയ ബുദ്ധിജീവിയായിട്ട് അറിയപ്പെടുന്ന ആളാണ്. അദ്ദേഹമാണ് ആദ്യമായിട്ട് വന്ന് ഈ താലിബാൻ അധികാരം ഏറ്റെടുത്ത് വന്ന് താലിബാനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ചാനലുകളിലൊക്കെ പ്രസംഗിച്ചു. അതെ. പക്ഷെ നമ്മുടെ ഈ അല്ലാതെ അത് ഇവരുടെ ജമാഅത്തെ ഇസ്ലാമിയുടെ ചാനലുകളൊന്നും അല്ല. മുഖ്യധാര ചാനലുകൾ എന്ന് പറഞ്ഞ ചാനലുകൾ വന്നിരുന്നാണ് അദ്ദേഹം ന്യായീകരിക്കുന്ന താലിബാനെ ന്യായീകരിക്കുന്ന അവരുടെ അത് കുറച്ചു മുമ്പ് പറഞ്ഞ പോലെ അവരുടെ സ്വാതന്ത്ര്യ ബോധം അതാണ്. അവർക്ക് സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള സങ്കല്പം. ശ്രീ അനിൽകുമാർ അബേൻ, താങ്കൾ ആ ചർച്ചയുടെ ആദ്യഘട്ടത്തിൽ ഈ താലിബാന്റെ ഒരു ക്രൂരതകളെക്കുറിച്ചുള്ള ഒരു ചിത്രം പങ്കുവച്ചു. ഈ 96-ൽ താലിബാൻ അഫ്ഗാനിസ്ഥാൻ പിടിച്ചടക്കിയപ്പോൾ താലിബാനെ വിസ്മയമാക്കിയവർ, ഈ അവരുടെ ഒരു ക്രൂരതകൾക്ക് നേരെ കണ്ണടച്ചുകൊണ്ട് 2021-ൽ താലിബാൻ വീണ്ടും അഫ്ഗാനിസ്ഥാനിൽ ഭരണമേറിയപ്പോൾ അഫ്ഗാൻ സ്വതന്ത്രമായി എന്നൊക്കെ പറയുന്നു. ഇത്രയധികം ക്രൂരതകൾ കാണിച്ചു കൂട്ടിയിട്ടും എന്തുകൊണ്ടാണ് കേരളത്തിൽ ഈ താലിബാന് ഇത്രയൊരു വലിയൊരു ഫാൻ ബേസ് സൃഷ്ടിക്കപ്പെട്ടത്? ശ്രീ അനിൽകുമാർ അയ്യപ്പൻ. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, താലിബാൻ കൃത്യമായിട്ട് ഇസ്ലാമിക നിയമങ്ങൾ അങ്ങനെ തന്നെ പാലിക്കാൻ ശ്രമിക്കുന്നവരാണെന്നുള്ളതാണ്. ഇസ്ലാമിക പ്രമാണങ്ങളുണ്ട്. പ്രമാണങ്ങളിൽ എന്ത് പറഞ്ഞിരിക്കുന്നുവോ അത് അക്ഷരം പ്രതി അവർ നടപ്പാക്കാനാണ് ശ്രമിക്കുന്നത്. അത് അറിയാവുന്നത് കൊണ്ടാണ് ഈ മതം പഠിച്ചിട്ടുള്ള കേരളത്തിലെ മുസ്ലിങ്ങൾ അവരെ അങ്ങനെ തന്നെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നത്. ഈ ഇന്ത്യയിൽ മുസ്ലിങ്ങൾ ന്യൂനപക്ഷമായിരിക്കുന്നതുകൊണ്ട് ഇവിടുത്തെ ഇസ്ലാം എന്ന് പറയുന്നത് വെള്ളം ചേർത്ത ഇസ്ലാമാണ്, ഡൈല്യൂട്ട് ചെയ്ത ഇസ്ലാമാണ്, പ്യുവർ ഇസ്ലാം അല്ല. പ്യുവർ ഇസ്ലാം വരണമെങ്കിൽ ഇസ്ലാമിന് അധികാരം കിട്ടണം. അധികാരം കിട്ടിയതുകൊണ്ട് മാത്രമായിട്ടില്ല, അവിടെയുള്ള അമുസ്ലിങ്ങളെ കൊണ്ട് അവർക്കൊരു പ്രയോജനവുമില്ല എന്നുള്ളൊരു സ്ഥിതിയും കൂടി വരണം. കാരണം ഞാനിത് പറയുമ്പോൾ ആദ്യം തന്നെ എല്ലാവരും നോക്കുന്നത് ഗൾഫിലേക്കായിരിക്കും. ഗൾഫിൽ മുസ്ലിങ്ങൾ അധികാരത്തിലിരിക്കുന്നു, പക്ഷേ അവിടെ എത്രയോ ക്രിസ്ത്യാനികൾ, ഹിന്ദുക്കൾ, സിഖുകാർ പലരും അവിടെ ജോലി ചെയ്യുന്നു, ജീവിക്കുന്നു എന്നുള്ള ചിന്തയാണ്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ അമുസ്ലിങ്ങളെ കൊണ്ട് അവർക്ക് ആവശ്യമുള്ളത് കൊണ്ട് അവിടെ വേറൊരു മുഖം എടുക്കുകയാണ്. എന്നാൽ നിങ്ങൾ പാകിസ്ഥാനിലേക്കോ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിലേക്കോ ബംഗ്ലാദേശിലേക്കോ നൈജീരിയയിലേക്കോ അങ്ങനെയുള്ള ഇടങ്ങളിലേക്ക് നോക്ക്, അവിടെ അമുസ്ലിങ്ങളെ കൊണ്ട് ആവശ്യമില്ലാത്തിടത്ത് യഥാർത്ഥ ഇസ്ലാം പുറത്തു വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. രാഹുൽ ഈശ്വർ, നേരത്തെ ശ്രീ അനിൽകുമാർ അയ്യപ്പനോട് ചോദിച്ച അതേ ചോദ്യം അങ്ങോട്ട് ചോദിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇത്ര ക്രൂരതകൾ ചെയ്തിട്ടും കേരളത്തിൽ താലിബാന് ഇത്ര വലിയൊരു ആരാധക വൃന്ദം സൃഷ്ടിക്കപ്പെടുന്നത്? ശ്രീ രാഹുൽ ഈശ്വർ. എല്ലാ വിശുദ്ധ ഗ്രന്ഥങ്ങളും മഹത്തരമാണ്. ആ വിശുദ്ധ ഗ്രന്ഥങ്ങളെ പിൻപറ്റുന്ന എന്നെ പോലുള്ള വിശ്വാസികൾ ഒരുപക്ഷെ മനസ്സിലാക്കിയ തെറ്റായിരിക്കാം, പ്രയോഗിക്കുന്നത് തെറ്റായിരിക്കാം. പരിശുദ്ധ ബൈബിൾ ആണെങ്കിലും വിശുദ്ധ ഖുറാൻ ആണെങ്കിലും പവിത്രമായ ഭഗവത്ഗീതയാണെങ്കിലും ഈ ലോക പൈതൃകത്തിന്റെ ഭാഗമാണ്. ഉദാഹരണം, ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യങ്ങളിലൊന്നായ ഇന്തോനേഷ്യ എടുക്കാം. ഇന്തോനേഷ്യ ഭാരതീയ പൈതൃകം പിന്തുടരുന്ന ഒരു രാജ്യമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ മുസ്ലിം രാജ്യമാണ്, പക്ഷെ ഭാരതീയ പൈതൃകം പിന്തുടരുന്ന രാജ്യമാണ്. 23 കോടിയോളം ജനങ്ങളുള്ള അവിടെ റാം എന്ന പേരും ഗരുഡ ഇന്തോനേഷ്യയും അല്ലെങ്കിൽ രാമായണവും ഒക്കെ വളരെ പോപ്പുലറാണ്. അപ്പോൾ ഓരോ രാജ്യത്തിന്റെയും സാംസ്കാരിക വൈവിധ്യങ്ങളുണ്ട്. ഇന്ത്യയുടെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ഭാരത് രത്ന മൗലാന അബുൽ കലാം ആസാദ് ഒരു പരിശുദ്ധ ഖുറാൻ പണ്ഡിതനും മക്കയിൽ ജനിച്ച വ്യക്തിയുമാണ്. എന്നാൽ നിരീശ്വരവാദിയും യുക്തിവാദത്തോടടുത്ത് നിൽക്കുന്ന ജിന്നയുമാണ് ഇന്ത്യയുടെ പാർട്ടീഷന് കാരണമാക്കിയത്. അപ്പോ മതമല്ല, മതത്തെ പിൻപറ്റുന്ന ആൾക്കാരുടെ തെറ്റാണ് പ്രശ്നം, അല്ലെങ്കിൽ അവർ പിന്തുടരുന്ന തെറ്റായ വ്യാഖ്യാനങ്ങളാണ് പ്രശ്നം. വഹാബി എന്ന് വിളിക്കപ്പെടുന്ന, ദിയോബന്തി എന്ന് വിളിക്കപ്പെടുന്ന എക്സ്ട്രീം ലൈൻ, വഹാബി വേറെയാണ്, ദിയോബന്തി വേറെയാണ്. ഇതൊക്കെ ഇസ്ലാമിസ്റ്റ് മൂവ്മെന്റിൽ, സുന്നി വിഭാഗത്തിലെ ഇസ്ലാമിസ്റ്റുകളുടെ ഇടയിൽ ഉണ്ടാകുന്ന തീവ്ര മൂവ്മെന്റുകളാണ്. അതുകൊണ്ട് പരിശുദ്ധ ഖുറാനെയോ പരിശുദ്ധ ബൈബിളിനെയോ പവിത്രമായ ഭഗവത്ഗീതയോ കുറ്റം പറയുന്നതിലല്ല. ഗാന്ധിജിയും ഗീതയാണ് വായിച്ചത്, ഗോഡ്സെയും ഗീതയാണ് വായിച്ചത്. ഒരാൾ മഹാത്മാവായി, മറ്റൊരാൾ ഒരു കൊലപാതകനോ ഘാതകനോ ആയി. ഇവിടെ നമ്മൾ ഏതെങ്കിലും ഒരു സമുദായത്തോട് ശത്രുതാ മനോഭാവത്തോടു കൂടി പെരുമാറുന്നതിന് പകരം അവരിലെ മിതവാദികളെ ശക്തിപ്പെടുത്തി അവരിലെ മോഡറേറ്റ്സിനെ മുമ്പോട്ട് കൊണ്ടുവന്ന് പരസ്പരം കൈകോർത്തുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു സമീപനം സ്വീകരിക്കുകയാണ് വേണ്ടത്. നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ സമീപനം നോക്കൂ, നമ്മുടെ രാജ്യം എന്നും ഉയർത്തിപ്പിടിച്ച സമീപനം നോക്കൂ. അതുകൊണ്ട് ഏതെങ്കിലും ഒരു സമുദായത്തെയോ ഏതെങ്കിലും ഒരു വിശ്വാസ പ്രമാണത്തെയോ അടച്ചാക്ഷേപിക്കുന്നതിന് പകരം അവരിലെ പോസിറ്റീവുകളെ ഉൾക്കൊണ്ട് ആ പോസിറ്റീവുകളുമായി വർക്ക് ചെയ്ത് മുമ്പോട്ട് പോകാൻ
നമുക്ക് കഴിയണം. തിരിച്ചു തന്നെ നോക്കൂ, 1996 വരെ എന്തായിരുന്നു സ്ഥിതി? അമേരിക്ക അടക്കമല്ലേ മുജാഹിദീനുകളെ പഠിപ്പിച്ചത്, അമേരിക്ക അടക്കമല്ലേ മുജാഹിദീനുകളെ എംപവർ ചെയ്തത്, ഇവരെ ഫണ്ട് ചെയ്തത്, ഇവരെ ആം ചെയ്തത്. അതായത് സോവിയറ്റ് റഷ്യയുടെ കമ്മ്യൂണിസ്റ്റ് അധിനിവേശ കാലത്ത് അവരെ റിപ്പൽ ചെയ്യാൻ വേണ്ടി അമേരിക്കയിൽ റാംബോ അടക്കമുള്ള സിനിമകൾ ഇറങ്ങിയതിന്റെ പശ്ചാത്തലത്തിലാണ്. ഇന്ന് വളരെ കൗതുകമാണ്, റാംബോ സിനിമയിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ഇന്ന് മുജാഹിദീൻ എന്ന വാക്ക് പോലും ഒരു ബീപ്പ് ഔട്ട് ചെയ്ത് കളയുന്നുണ്ട്. അപ്പോ അതിനർത്ഥം നമ്മൾ അമേരിക്കയുടെ സുഹൃത്താണ്, നമ്മൾ ഇസ്രായേലിന്റെ സുഹൃത്താണ്. അങ്ങനെ തന്നെ ആയിരിക്കാം, കാര്യം നമ്മളെ വിഷയങ്ങളിൽ സപ്പോർട്ട് ചെയ്യുന്നത് അവരാണ്. നമുക്ക് പലപ്പോഴും ചൈന സപ്പോർട്ട് നൽകാറില്ല. പാകിസ്ഥാന്റെ ഓൾ വെതർ ഫ്രണ്ടാണ് ചൈന. അതുകൊണ്ട് നമുക്ക് അമേരിക്കയും ഇസ്രായേലും വളരെ ആവശ്യമാണ്. ആ ലൈനെ നമുക്ക് പിന്തുടരാൻ കഴിയും. എന്നാൽ അതോടൊപ്പം ഇന്ത്യ എന്നും മഹാത്മാഗാന്ധിയുടെയോ ബുദ്ധന്റെയോ ഒക്കെ രാജ്യമാണ്. നമ്മൾ എന്നും ഒരു മധ്യവർത്തി നിലപാടിൽ നിന്ന്, ഒരു മിഡിൽ പാത്തിൽ നിന്ന്, ഒരു വശത്ത് ഇസ്രായേൽ, മറുവശത്ത് പാലസ്തീൻ, ഇതേ ഒരുമിച്ച് കൊണ്ടുപോകാൻ ലോകത്തിൽ കഴിയുന്ന ഏക രാജ്യം ഇന്ത്യയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ പ്രധാനമന്ത്രിക്കാണ് ഇസ്രായേലിലെ പരമോന്നത ബഹുമതിയും കിട്ടി, പാലസ്തീനിലെ പരമോന്നത ബഹുമതിയും കിട്ടി. ഇത് നമ്മുടെ മഹത്വമാണ്, നമ്മളെന്ന ഇന്ത്യക്കാരുടെ മഹത്വമാണ്. വി ആർ എ ബാലൻസർ ഇൻ ദ വേൾഡ്. അതുകൊണ്ട് ആ രീതിയിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയണം. ഇന്ത്യൻ ഗവൺമെന്റ് അത്തരം ഒരു മിതമായ സമീപനമാണ് തൽക്കാലം എടുക്കുന്നതെന്നാണ് മാധ്യമ വാർത്തകളിൽ നിന്നും അല്ലെങ്കിൽ മന്ത്രിമാരുടെ പ്രസ്താവനകളിൽ നിന്നും ഒക്കെ മനസ്സിലാകുന്നത്. ഇത് എങ്ങനെ ഇവോൾവ് ചെയ്യുന്നു കണ്ടിരിക്കണം. നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ വിശ്വാസത്തിലും തെറ്റുകാരുണ്ടാകാം. അവരെ ഒറ്റപ്പെടുത്താനും അവരെ ഒറ്റതിരിഞ്ഞ് മാറ്റി നിർത്തി അവരിലെ തീവ്രവാദ ചിന്തകളെ ഇല്ലാതാക്കാനുമാണ് നമ്മൾ ശ്രമിക്കേണ്ടത് എന്ന് സവിനയം സബ്മിറ്റ് ചെയ്യും. ശ്രീ അനിൽകുമാർ അയ്യപ്പൻ, നേരത്തെ ശ്രീ ദേവപ്രസാദ് ചൂണ്ടിക്കാട്ടിയ ഒരു വസ്തുത, ഈ തീവ്ര ചിന്താഗതികളിൽ ആകൃഷ്ടരാകുന്ന യുവാക്കളുടെ എണ്ണം പല രാജ്യങ്ങളിലും, ഈജിപ്റ്റ് അതുപോലത്തെ പല രാജ്യങ്ങളിലും കുറഞ്ഞു വരുന്നു എന്നാണ്. അതിനോടുള്ള അങ്ങയുടെ പ്രതികരണം എന്താണ്? അത് വളരെ സ്വാഗതാർഹമാണ്. അതിനോടുള്ള അങ്ങയുടെ പ്രതികരണം എന്താണ് ശ്രീ അനിൽകുമാർ അയ്യപ്പൻ? അതിൻ്റെ കാരണം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയുടെ സ്വാധീനമാണ്. ഇത് 2004 5 അൽ ഖയ്ദയുടെ അന്നത്തെ നേതാവായിരുന്ന ഐമൻ അൽ സവാഹിരി, അദ്ദേഹം ഒരു പ്രസ്താവന വെച്ചാൽ ഒരു അഭിമുഖം ആയിരുന്നു. അതിനകത്ത് അദ്ദേഹം പറഞ്ഞത്, ഞങ്ങളിപ്പോൾ ഒരു യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്, ആ യുദ്ധത്തിൻ്റെ 70% നടക്കുന്നത് മീഡിയകളിലാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഈ മൗദൂദി പത്രമൊക്കെ ഈ വിധത്തിൽ തലക്കെട്ടൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അതൊക്കെ ഒരു യുദ്ധതന്ത്രത്തിൻ്റെ ഭാഗമാണത്. അപ്പോൾ ഇങ്ങനെ ഈ യുദ്ധത്തിലേക്ക് ഏർപ്പെടാൻ വേണ്ടിയിട്ട് ലോകമെമ്പാടുള്ള ധാരാളം യുവജനങ്ങളെ ഇവർ ഉത്സാഹിപ്പിച്ചിരുന്നു. കാരണം മീഡിയ എന്ന് പറയുന്നത് ഈ ട്രഡീഷണൽ മീഡിയകൾ മാത്രമല്ലല്ലോ, ന്യൂ ജനറേഷൻ്റെ സോഷ്യൽ മീഡിയ വന്നു കഴിഞ്ഞപ്പോൾ ധാരാളം പേർക്ക് അതിനുള്ളൊരു അവസരം കിട്ടുകയാണ്. അപ്പോൾ ഇതിനകത്ത് വന്ന പല ആളുകളും ഇവരുടെ പ്രമാണങ്ങളിലുള്ളത് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന അപ്പോഴാണ്. ഇപ്പം ഞാൻ ഒരു 10 വർഷത്തോളമായി സോഷ്യൽ മീഡിയയിൽ ഇസ്ലാം വിഷയത്തിൽ പല ആളുകളുമായിട്ട് സംവദിക്കുന്നത്. അപ്പോൾ ഈ വരുന്ന ആളുകൾ പാവങ്ങൾ നിഷ്കളങ്കരാണ്, ഭൂരിഭാഗം പേരും. അവരിതൊന്നും പഠിച്ചിട്ടില്ല, വായിച്ചിട്ടില്ല. അവർ അറിഞ്ഞിരിക്കുന്നത് വേറൊരു സംഗതിയാണ്, വേറൊരു ഇസ്ലാമാണ്. പക്ഷേ കിതാബിൽ നിന്ന് നമ്മൾ എടുത്തു കൊടുക്കുകയാണ്, ഇവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഈ കാര്യമല്ല അവരവിടെ ചെയ്തത്, അല്ലെങ്കിൽ ഈ ഇവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഇതല്ലേ അവർ അപ്പുറത്ത് ചെയ്തിരിക്കുന്നത്. അത് ഇസ്ലാമിക് സ്റ്റേറ്റ് ചെയ്തതായാലും ശരി, അതല്ല ബോക്കോ ഹറാം ചെയ്തതായാലും ശരി, അല്ല അൽ ഷബാബ് ചെയ്തതായാലും ശരി, അതല്ല താലിബാൻ ചെയ്തതായാലും ശരി, ഇതെല്ലാം ഈ ചെയ്തതിൻ്റെ ഓരോന്നും എടുത്തിട്ട് നമ്മളതിന് കൃത്യമായ മാതൃക എടുത്തുകൊണ്ട് വരികയാണ് ഇവരുടെ പുസ്തകത്തിൽ നിന്ന്. ഇത് നിങ്ങളുടെ നബി ഇങ്ങനെ ചെയ്തിരിക്കുന്നു, ചെയ്ത് കാണിച്ചിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഓരോന്ന് കാണുന്ന സമയത്ത് ഇവരുടെ വിശ്വാസം പതുക്കെ പോയി പോവുകയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം. പിന്നെ നേരത്തെ ശ്രീ രാഹുൽ ഈശ്വർ പറഞ്ഞ ഒരു കാര്യത്തിൽ, ഇപ്പോൾ മിതവാദികളെ ശക്തിപ്പെടുത്തുക എന്ന് പറഞ്ഞു. അത് മറ്റ് മതങ്ങളിൽ അത് സാധ്യമാണ്, പക്ഷേ ഇസ്ലാമിൽ അത് സാധ്യമല്ല. ഞാനൊരു ചരിത്രം പറയാം, ഇസ്ലാമിൻ്റെ ചരിത്രം. ഇത് മുൻപ് ഈ ഹാറൂൺ അൽ റഷീദ് എന്ന് പറയുന്ന ആ സുൽത്താൻ്റെ കാലത്ത് അദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതുവരേക്കും ആദ്യത്തെ ഒരു 4 നൂറ്റാണ്ട് കാലത്തോളം ഇസ്ലാമിനകത്തുണ്ടായിരുന്നതെന്ന് പറയുന്നത് ഇവരെവിടെയൊക്കെ ചെല്ലുന്നു അവിടെയൊക്കെ അധികാരം പിടിച്ചെടുക്കുക മാത്രമല്ല, അറബി സംസ്കാരം അടിച്ചേൽപ്പിക്കുന്നു, അറബി ഭാഷ അടിച്ചേൽപ്പിക്കുന്നു. അതുകൊണ്ടാണ് ഈജിപ്ത് കോപ്റ്റിക് ക്രിസ്ത്യാനികളുടെയൊക്കെ നാടായിരുന്നു, കോപ്റ്റിക് ഭാഷ സംസാരിച്ചുകൊണ്ടിരുന്നത് അവിടെ. പക്ഷേ ഇപ്പോൾ ഇന്ന് അറബിയാണ്. അല്ലെങ്കിൽ ഇറാഖ് എന്ന് പറയുന്നത് കൽദയ ഭാഷ സംസാരിച്ചുകൊണ്ടിരുന്നവരാണ്, ഇന്ന് കൽദയ ഭാഷയില്ല, അവിടെ അറബിയാണ്. അതല്ല, സിറിയയിലേക്ക് വന്ന് അവിടെ അരാമിക്കാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്, ഇപ്പോൾ അവിടെ അറബിയാണ്. അപ്പോൾ ഇവർ ഈ അറബി ഭാഷ അടിച്ചേൽപ്പിക്കുന്നു, അറബി സംസ്കാരം അടിച്ചേൽപ്പിക്കുന്നു. ഇവർക്ക് വായിക്കാൻ കിട്ടുന്നത് ഇസ്ലാമിക സംബന്ധമായിട്ടുള്ള പുസ്തകങ്ങൾ മാത്രമാണ്, മറ്റൊന്നുമില്ല. ഈ ഹാറൂൺ അൽ റഷീദിൻ്റെ കാലത്താണ് അദ്ദേഹം ഒരു വിജ്ഞാനത്തിൻ്റെ ഭവനം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയൊരു കെട്ടിടം പണിയുകയും പല ഭാഗങ്ങളിൽ നിന്നുള്ള പണ്ഡിതന്മാരെ, പല ഭാഷകളിൽ നിന്നുള്ള പണ്ഡിതന്മാരെ കൊണ്ടുവന്നിട്ട് ആ ഭാഷകളിലുള്ള നമ്മുടെ ഇന്ത്യയിൽ നിന്ന് സംസ്കൃതത്തിൽ നിന്നുള്ള ഗ്രന്ഥങ്ങളൊക്കെ, അതുപോലെ ഹീബ്രു ഗ്രന്ഥങ്ങൾ, ലാറ്റിൻ ഗ്രന്ഥങ്ങൾ, ഗ്രീക്ക് ഗ്രന്ഥങ്ങൾ, അരാമിക് ഗ്രന്ഥങ്ങൾ, ഇങ്ങനെയുള്ളതൊക്കെ അറബിയിലേക്ക് തർജ്ജമ ചെയ്യുകയാണ്.
അറബിയിലേക്ക് തർജ്ജമ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർക്ക് ഇസ്ലാമിക്കിന് പുറത്തുള്ള മറ്റ് പല വിഷയങ്ങളും വായിക്കാനുള്ള അവസരം കിട്ടുന്നത് അങ്ങനെയാണ്. അത് കിട്ടിക്കഴിഞ്ഞ സമയത്തുണ്ട് ഇസ്ലാമിനകത്ത് കാറ്റും വെളിച്ചവും കടന്നു. അതുവരെ ഇരുണ്ടിരുന്നിരുന്ന അതിൽ നിന്ന് മാറിയിട്ട് പിന്നെ കുറച്ചൊരു സഹവർത്തിത്വം, മറ്റുള്ളവരോട് സഹവർത്തിത്വത്തോടെ പെരുമാറുന്ന ഒരു സ്ഥിതി അവിടെ ഉണ്ടായി. അതിനുശേഷം വരുന്നൊരു കൂട്ടരാണ് മുതസല്ലികൾ എന്ന് പറയുന്നത്. മുതസല്ലികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇസ്ലാമിക സ്വത്വബോധത്തോടെ ജീവിക്കുന്ന നിരീശ്വരവാദികളെന്ന് വേണമെങ്കിൽ പറയാം. കാരണം അവർ നിരീശ്വരവാദി എന്ന് പൂർണ്ണമായിട്ടും പറയാൻ പറ്റില്ല, അള്ളാഹുവിനെ അംഗീകരിച്ചിരുന്നു, അത്രയേ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്ത് ഖുർആൻ പോലും അവർ അംഗീകരിച്ചിരുന്നില്ല. പക്ഷേ ഈ മുതസല്ലികളുടെ കാലത്താണ് ഇസ്ലാമിക ലോകം ഭയങ്കരമായിട്ട് സാമൂഹ്യ സാംസ്കാരികമായിട്ട് അവർ വികസിച്ചത്. ഇന്ന് പല ആളുകളും ഞങ്ങളൊക്കെ ഈ ഫേസ്ബുക്ക് ചർച്ചകളിലൊക്കെ ഏർപ്പെടുന്ന സമയത്തുണ്ട് ഇസ്ലാമിൻ്റെ പഴയ കാലത്ത് ഇസ്ലാമിൻ്റെ സുവർണ്ണയുഗം എന്ന് പറഞ്ഞ ആ കാലഘട്ടത്തിലെ കണ്ടുപിടുത്തങ്ങളൊക്കെ ശാസ്ത്രജ്ഞന്മാരെ കേട്ട് അവതരിപ്പിക്കുന്നത്. ഈ അവതരിപ്പിക്കുന്നവരെല്ലാം മുതസല്ലികളാണ്. അതായത് സത്വബോധമുള്ള നിരീശ്വരവാദികളായ മുസ്ലിങ്ങളെന്ന് പറയാവുന്ന ആ ടീമുകളാണ് അവർ. പക്ഷേ ഇത് ആ സമയത്ത് ഇസ്ലാമിനെ കൊണ്ട് വലിയ ദോഷം മറ്റ് ചുറ്റുപാടും അധികം ഉണ്ടായിട്ടില്ല. മുതസല്ലികളുടെ കാലം സമാധാനപരമായിട്ട് മറ്റുള്ള സമാധാനപരം എന്ന് മാത്രമല്ല, കണ്ടുപിടുത്തങ്ങൾ പലതും അവർ നടത്തുന്നു, നല്ല ഗ്രന്ഥങ്ങൾ ചിന്തകൾ നന്നായിട്ട് വരുന്നു, ഇങ്ങനെയൊക്കെ നല്ല വിധത്തിലാണ്. പക്ഷേ അങ്ങനെ വന്ന ആ സാധനം പിന്നീട് ഇമാം ഗസാലി എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ വരികയാണ്. ഇമാം ഗസാലി വന്നു കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അന്നത്തെ ചക്രവർത്തിയെ അദ്ദേഹം സ്വാധീനിക്കുകയും ഈ മുതസല്ലികളെ കുറേ എണ്ണത്തിനെ കൊന്നുകളഞ്ഞു, കുറേ ഭൂരിഭാഗം പേരെ കൊന്നുകളഞ്ഞു. പിന്നെ കുറേ പേരെ ജയിലിലടച്ചു. അവസാനം ഈ മുതസല്ലികളെന്ന് പറഞ്ഞ ആ വിഭാഗത്തെ തന്നെ വംശീയ ഉന്മൂലനം നടത്തി, അവരില്ലാതെയായി. എന്നിട്ട് വീണ്ടും ഇദ്ദേഹം ഇസ്ലാമിനെ പഴയതിലേക്ക് മടക്കി കൊണ്ടുപോയി. കാരണം പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം അത് ചെയ്തത്. പ്രമാണം ഉള്ളത് കൊണ്ട് അത് മടക്കി കൊണ്ടുപോകാൻ പറ്റും. ഇതേപോലെ തന്നെ ക്രിസ്ത്യാനിക്കും പറയാനുണ്ട്, ക്രിസ്ത്യാനിറ്റിക്കും ഉണ്ട് ഒരു പ്രശ്നം. ക്രിസ്ത്യാനിറ്റി ഇതേപോലെ വഴിതെറ്റിപ്പോയതാണ്. വഴിതെറ്റിപ്പോയ ക്രിസ്ത്യാനിറ്റി പിന്നെ തിരിച്ചു വന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിൻ്റെ പ്രമാണം അങ്ങനെ ആയതുകൊണ്ടാണ്. അപ്പോൾ ഈ പ്രമാണത്തിനനുസരിച്ച് മാത്രമേ നമുക്ക് ആളുകളെ മാറ്റാൻ പറ്റുകയുള്ളൂ. അതിന് വിരുദ്ധമായിട്ട് മാറ്റിക്കഴിഞ്ഞാലും അത് തിരിച്ചു വരും, വീണ്ടും വരും. അപ്പോൾ ഈ പറയുന്ന നമ്മൾ ഈ വിശുദ്ധ ഗ്രന്ഥം എന്നൊക്കെ പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല. ശ്രീ രാഹുൽ ഈശ്വർ, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ യുദ്ധവീരൻ നമ്മുടെ പരംവീര ചക്ര അബ്ദുൽ ഹമീദാണ്. 6 പാകിസ്ഥാനി ടാങ്കുകളെ ഒറ്റയ്ക്ക് തകർത്ത് ബാറ്റിൽ ഓഫ് അസ്ലി ഉത്തർ എന്ന് പറയുന്ന ഇതിൽ ഇന്ത്യയുടെ അഭിമാനം കാത്ത പരംവീര ചക്ര അബ്ദുൽ ഹമീദ്, അല്ലെങ്കിൽ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പ്രസിഡന്റ് ഡോക്ടർ APJ അബ്ദുൽ കലാം, ഒരു ഇമാമിന്റെ മകൻ, പരിശുദ്ധ ഖുർആൻ അടക്കം ജീവിതം നയിക്കുന്ന തമിഴ്നാട്ടിലെ പാവപ്പെട്ട ഗ്രാമത്തിൽ പിറന്ന ഒരു ഇമാമിന്റെ മകനായ ഡോക്ടർ APJ അബ്ദുൽ കലാം എന്തിന് നമ്മുടെ മലയാളിയായ റസൂൽ പൂക്കുട്ടി ഓസ്കാർ വേദിയിൽ ചെന്നിട്ട് ഞാൻ ഓംകാരത്തിന്റെ നാട്ടിൽ നിന്ന് വരുന്നു എന്ന് പറഞ്ഞ വ്യക്തിയാണ്. എല്ലാ വിശുദ്ധ പുസ്തകങ്ങളിലും ചില സ്ട്രാൻഡുകൾ, ചില ദുർവ്യാഖ്യാനങ്ങൾ കാലാന്തരത്തിൽ ഉണ്ടാകാറുണ്ട്. ആ ദുർവ്യാഖ്യാനങ്ങളെ തിരുത്താനാണ് ആ സമൂഹത്തിലെ ആത്മീയ നേതൃത്വവും പണ്ഡിതന്മാരും എല്ലാം വരുന്നത്. ആ ദുർവ്യാഖ്യാനങ്ങളെ അതിജീവിക്കണം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് ലോകത്തെ പഠിപ്പിച്ചൊരു സംസ്കാരമാണ് ഹൈന്ദവ ധർമ്മം എന്ന് പറഞ്ഞ് ഞങ്ങളുടെ അടക്കമുള്ള പൂർവ്വകർ ഇവരെ രൂക്ഷമായി വിവേകാനന്ദൻ വിമർശിച്ചത് നിങ്ങൾക്കൊക്കെ ഭ്രാന്താണ്, നിങ്ങൾ താമസിക്കുന്ന സ്ഥലം ഭ്രാന്താലയമാണ്. കാര്യം കടുത്ത ജാതീയത നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്നു. വലിയൊരളവ് വരെ ക്രിസ്ത്യൻ പുരോഹിതരും കമ്മ്യൂണിസ്റ്റ് സുഹൃത്തുക്കളും അടക്കം, അല്ലെങ്കിൽ നമ്മുടെ സാമൂഹിക പരിഷ്കർത്താക്കൾ, ശ്രീനാരായണ ഗുരുദേവൻ, ആത്മീയ നേതാക്കൾ, അയ്യങ്കാളി, മഹാത്മാ അയ്യങ്കാളി, ചട്ടമ്പി സ്വാമി, ഇവരടക്കം പരിഷ്കരിച്ചതാണ്. അതുകൊണ്ട് പുസ്തകമല്ല, പുസ്തകം മനസ്സിലാക്കുന്ന വ്യക്തികളിലാണ് തെറ്റുണ്ടാകുന്നത്. ആ വ്യക്തികൾക്ക് തെറ്റുപറ്റാം. ഞാൻ സ്വാമി അയ്യപ്പനെയോ ഭഗവത്ഗീതയോ മനസ്സിലാക്കുന്നതിൽ തെറ്റുപറ്റാം. അത് ഭഗവത്ഗീതയുടെ കുറ്റമല്ല, രാഹുൽ ഈശ്വറിന്റെ കുറ്റമാണ്. അതിൽ രാഹുൽ ഈശ്വറിനെ കുറ്റം പറയണം എന്നല്ലാതെ ഭഗവത്ഗീതയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് പറഞ്ഞ് അവസാനിക്കുന്ന ഇത്രയേ ഉള്ളൂ. ആരെയും അകറ്റി നിർത്താനോ ആരെയും മാറ്റി നിർത്താനുള്ള മനോഭാവമല്ല. നമ്മുടെ പ്രധാനമന്ത്രി തന്നെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം ശ്രീ നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി, ഇപ്പൊ പരിശുദ്ധ ഖുർആനിൽ 99 നാമങ്ങൾ അല്ലാഹുവിനുണ്ട്. ഒരെണ്ണം പോലും ഭീതി ഉണ്ടാക്കുന്നതല്ല, ഒരെണ്ണം പോലും തീവ്രതയെ പ്രോത്സാഹിപ്പിക്കുന്നതല്ല എന്ന് അദ്ദേഹത്തിന്റെ പ്രസംഗം ഒരുപക്ഷെ നമ്മളെല്ലാം ഓർക്കുന്നുണ്ടായിരിക്കും. നോട്ട് ഈവൻ വൺ ഇൻ ദി 99 ഹോളി നെയിംസ് ഇൻവോക്ക് എനി കൈൻഡ് ഓഫ് ഫിയർ ഓർ ടെറർ. അപ്പോൾ അടിസ്ഥാനപരമായി ഇസ്ലാമോഫോബിയ ഉയർത്താതെ മുസ്ലിം സമൂഹങ്ങളിലെ ഭൂരിപക്ഷത്തെ കൂടെ നിർത്തി അവരെ പൊതുസമൂഹത്തോട് വിളക്കി ചേർത്ത്, ഹിന്ദു ക്രിസ്ത്യൻ ധാരകളോട് ബാക്കി പൊതുസമൂഹത്തോട് വിളക്കി ചേർത്ത് അവരിലെ തീവ്രതയെ തെള്ളിപ്പറയാൻ നമുക്ക് കഴിയണം. കാരണം നമ്മുടെ ചരിത്രത്തിൽ നിരീശ്വരവാദിയായ, എത്തീസ്റ്റായ, യുക്തിവാദിയായ, ലിബറലായ ഒരു ജിന്നയാണ് ആത്യന്തികമായി ഇന്ത്യയുടെ വിഭജനത്തിന് കാരണമായത്. കാരണം അദ്ദേഹം അത് ഖുറാന്റെ പരിപ്രേക്ഷ്യത്തിൽ നിന്നുകൊണ്ടല്ല. അദ്ദേഹം നമുക്കെല്ലാം അറിയാവുന്ന പോലെ പന്നിമാംസം കഴിക്കുന്ന, മദ്യം കഴിക്കുന്നതൊക്കെ ഒരു മുസ്ലിമായിരുന്നു. പക്ഷേ ഈ വിഭജനത്തിന്റെ കാരണം സാമൂഹിക പ്രശ്നങ്ങളും രാഷ്ട്രീയ പ്രശ്നങ്ങളുമാണ്. അത് ആത്മീയ അല്ലെങ്കിൽ തിയോളജിക്കൽ, ദൈവശാസ്ത്രപരമായ പ്രശ്നങ്ങളല്ല എന്ന് തിരിച്ചറിയാൻ കഴിയണം. നമ്മുടെ സമൂഹത്തിന് ഒറ്റ ഒരു കൂടി പറഞ്ഞ അവസാനം ഒരു ഇൻക്ലൂസീവ് നേച്ചർ ഉണ്ടാകണം.
സാരേ ജഹാൻ സെ അച്ഛ ഹിന്ദുസ്ഥ ഹമാര എന്ന് എഴുതിയ അലാമ മുഹമ്മദ് ഇക്ബാൽ 1937-38 മരിച്ചുപോയി. പക്ഷെ അദ്ദേഹം പിന്നീട് സ്പിരിച്വൽ ഫാദർ ഓഫ് പാകിസ്ഥാനായി മാറിയെങ്കിൽ 90% അദ്ദേഹത്തിന്റെ തെറ്റാണ്, 10% നമ്മുടെയും കൂടെ തെറ്റാണ്. സാരേ ജഹാൻ സെ അച്ഛ ഹിന്ദുസ്ഥ ഹമാർ എഴുതിയ, അതായത് ഗ്രീക്കുകാരനും ഈജിപ്തുകാരനും റോമാക്കാരനും നശിച്ചുപോയി, പക്ഷെ എന്റെ ഭാരതം, എന്റെ ഹിന്ദുസ്ഥാൻ ഇന്നും നിലനിൽക്കുന്നു എന്ന് എഴുതിയ മുഹമ്മദ് ഇക്ബാൽ അവസാനം പാകിസ്ഥാൻ മനോഭാവിയായി പോയെങ്കിൽ 90% അദ്ദേഹത്തിന്റെ തെറ്റാണ്, പക്ഷെ 10% നമ്മുടെയും കൂടെ തെറ്റാണ് എന്ന തിരിച്ചറിവ് ഉയർത്തിക്കൊണ്ട് ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും മുസ്ലിമിനെയും വിശ്വാസം ഉള്ളവനെയും വിശ്വാസം ഇല്ലാത്തവനെയും കൂടെ നിർത്താൻ നമുക്ക് കഴിയാം. ശ്രീ ദേവപ്രസാദിലേക്ക് വരുന്നതിന് മുമ്പ് ശ്രീ അനിൽകുമാർ അയ്യപ്പൻ, ശ്രീ രാഹുൽ ഈശ്വർ പറഞ്ഞതിനോടുള്ള അങ്ങയുടെ മറുപടി എന്താണ്? ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എന്നെ സംബന്ധിച്ച് എനിക്ക് മുസ്ലിങ്ങളോട് വെറുപ്പില്ല. ഇത് പലരും തെറ്റിദ്ധരിക്കുന്നൊരു സംഭവമാണ്. ഞാൻ എതിർക്കുന്നതെന്ന് പറയുന്ന ഐഡിയോളജിയാണ്, അല്ലാതെ വ്യക്തികളെയല്ല. കാരണം ഒരു മനുഷ്യനെ നന്നാക്കുന്നതും നശിപ്പിക്കുന്നതും ഐഡിയോളജിയാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ തെറ്റായൊരു ഐഡിയോളജിയിലാണ് ഒരു വ്യക്തി എത്തപ്പെട്ടിരിക്കുന്നതെങ്കിൽ ആ ഐഡിയോളജി തെറ്റാണ്, നീ അത് വിട്ട് പുറത്തു പോ എന്ന് തന്നെ പറയണം. അതല്ലാതെ ആ ഐഡിയോളജീനെ വേറെ വിധത്തിൽ മെച്ചപ്പെടുത്തിയെടുക്കാം എന്നൊക്കെ പറയുന്നതിൽ അർത്ഥമില്ല. കാരണം ഐഡിയോളജി അത് അതിൻ്റെ ആചാര്യനാണ് തയ്യാറാക്കിയിരിക്കുന്ന ഐഡിയോളജി. ആചാര്യം മരിച്ചുപോയി, പിന്നെ അത് മാറ്റാൻ പറ്റുകയില്ല. അഫ്ഗാനിസ്ഥാൻ എന്തായിരുന്നു ഇസ്ലാം വരുന്നതിന് മുമ്പുള്ള കാലത്ത്? അത് ബുദ്ധിസ്റ്റ് രാജ്യമായിരുന്നു. അത് ബുദ്ധന്മാരവിടെ ധാരാളം ഉണ്ടായിരുന്നു, സമാധാനപ്രിയരായ ജനതയായിരുന്നു. ആ ജനതയെ ഇന്ന് കാണുന്ന വിധത്തിലേക്ക് അക്രമോത്സുകരായിട്ട് മാറ്റിയത് എന്താണ്? ഈ പറഞ്ഞ ഐഡിയോളജിയാണ്. അവർ ബുദ്ധിസ്റ്റ് ഐഡിയോളജിയിൽ വിശ്വസിച്ചിരുന്ന സമയത്ത് ലോകത്തിന് അവരെ കൊണ്ട് ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. അവർ സമാധാനമുള്ളവരായിരുന്നു. ശ്രീ ടി ദേവപ്രസാദ്, നേരത്തെ ഉള്ള ചോദ്യത്തിന് ശ്രീ അനിൽകുമാർ അയ്യപ്പൻ പറഞ്ഞൊരു കാര്യം, ഈ മാധ്യമങ്ങളിലൂടെയുള്ള ഒരു യുദ്ധതന്ത്രം. നേരത്തെ നമ്മൾ ഈ ചർച്ചയിലുടനീളം ചർച്ച ചെയ്തു. അഫ്ഗാൻ സ്വതന്ത്രമായ എന്നൊക്കെ ഒരു പ്രമുഖ ദിനപത്രം എഴുതുന്നു. ഈ തീവ്രമായ ആശയങ്ങൾ പ്രചരിപ്പിക്കുവാൻ മാധ്യമങ്ങളെ ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ ദുരുപയോഗിക്കുന്നു എന്ന ആശങ്കയ്ക്ക് എത്രമാത്രം വസ്തുതയുണ്ട് ശ്രീ ടി ദേവപ്രസാദ്? അങ്ങൊരു മാധ്യമങ്ങളെ ദുരുപയോഗിക്കല്ല, അവർ ഉപയോഗിക്കുകയാണ്, ബോധപൂർവ്വം ഉപയോഗിക്കുകയാണ്. ബോധപൂർവ്വം ഉപയോഗിക്കുന്ന അവർക്ക് നല്ല, അല്ലെങ്കിൽ ഈ ഉപയോഗിക്കുന്നവർക്ക് അവരുടേതായ സെറ്റ് അജണ്ടയുണ്ട്, എന്തിനു വേണ്ടിയാണ് അത് ഉപയോഗിക്കുന്നത് എന്നുള്ളതിന്. അതിനുള്ള പലതരത്തിലുള്ള മാധ്യമങ്ങളെ മാത്രമല്ല, സമൂഹത്തിൽ സ്വാധീനം ചെലുത്താൻ സാധിക്കുന്ന ബുദ്ധിജീവികളെയൊക്കെ നിയന്ത്രിക്കുന്നതിനുള്ള അല്ലെങ്കിൽ സ്വാധീനിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ അവർക്കുണ്ട്. പിന്നെ ഈ ഇസ്ലാം തീവ്രവാദികൾക്കുണ്ട്. അതിൽ കുറെ പേരെങ്കിലുമൊക്കെ വീണു പോകുന്നുണ്ടെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. രാഹുൽ ഈശ്വർ പറഞ്ഞാൽ വളരെ മനോഹരമായ ഒരു ആശയമാണ്, ഓൾ ഇൻക്ലൂസീവ്. അതാണ് എപ്പോഴും വേണ്ടത്, എല്ലാവരെയും ഉൾക്കൊണ്ടുള്ള ഒരു ജീവിതം. അങ്ങനെയുള്ളൊരു സമൂഹത്തിന് നിലനിൽക്കാൻ സാധിക്കുള്ളൂ. പക്ഷെ അബ്ദുൽ കലാമിനെ അദ്ദേഹം മാതൃകയായിട്ട് പറഞ്ഞു. അബ്ദുൽ കലാമിനെ ഇസ്ലാം സമൂഹം ഒരു ഇസ്ലാമായിട്ട് അംഗീകരിക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമാണ് അദ്ദേഹത്തെ കുറിച്ച്. ഇപ്പൊ ജിന്നയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു, ജിന്നയുടെ ചില നെഗറ്റീവ് ക്വാളിറ്റീസ് ഒക്കെ പറഞ്ഞു. പക്ഷെ ആ സ്വാതന്ത്ര്യ കാലത്ത് വിഭജനം ഉണ്ടായതിന്റെ പ്രധാന കാരണം മതപരമായി നമുക്കറിയാമല്ലോ. നമ്മുടെ കോഴിക്കോട് എന്നുള്ളവർ വരെ പോയില്ലേ പാകിസ്ഥാനിലേക്ക്, അല്ലെ? അപ്പൊ അത് മതത്തിന്റെ അടിസ്ഥാനത്തിൽ വന്നപ്പോഴാണ്. അതിന് നേതൃത്വം കൊടുത്ത ആള് പിന്നെ പതിമാംസം തിന്നുമായിരുന്നോ, സിഗരറ്റ് വലിക്കുമായിരുന്നോ, അല്ലെങ്കിൽ അതൊക്കെ അതല്ല പ്രശ്നം. അപ്പൊ അവരെ നയിച്ച ഒരു ഐഡിയോളജി എന്ന് പറയുന്നത് അനിൽകുമാർ പറഞ്ഞതുപോലെ ഐഡിയോളജിയുടെ ഒരു പശ അതിനകത്തുണ്ട്. അപ്പൊ അതിനകത്ത് പോയപ്പോ പിന്നെ അങ്ങനെയുള്ളവർക്ക് ഒരു രാജ്യം അവകാശപ്പെടുന്നതോ അല്ലെങ്കിൽ അവരൊത്തുനിന്ന് ജീവിക്കുന്നതൊക്കെ തെറ്റാണോ എന്നൊക്കെ ചോദിച്ചാൽ അതൊക്കെ നമുക്ക് ഒരു വിവാദപരമായ പ്രശ്നമാണ് ചിലപ്പോൾ അതിനെക്കുറിച്ചൊക്കെ. അതങ്ങനെ അതിൽ തന്നെ തെറ്റാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇന്ത്യ പോലെയുള്ള രാജ്യത്തിന് ഒരു ഓൾ ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു സമീപനമേ പറ്റുള്ളൂ. അതിന് പക്ഷെ ആ ഉൾക്കൊള്ളുന്ന സമയം ഇപ്പൊ നമ്മൾ മുമ്പേ പറഞ്ഞു, അൾജീരിയയില്, ലിബിയയില്, ഈജിപ്തില്, പിന്നെ ഇറാനി പോലും ഈ തീവ്രവാദി ജിഹാദി പ്രസ്ഥാനങ്ങൾ കെട്ടുപോകുന്നുണ്ട്. പക്ഷെ ഇന്ത്യയിൽ ഇപ്പോഴും അതിനൊരു, അല്ലെങ്കിൽ കേരളം പോലുള്ളിടത്ത് അതിനൊരു തീവ്രത ഉള്ളതുപോലെ നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം പല തരത്തിലുള്ള ജിഹാദി പ്രവർത്തനങ്ങൾ നമ്മൾ അനുഭവിക്കുന്നത് കൊണ്ടാണ്. എന്തുകൊണ്ടാണ്? ഒരുപക്ഷെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ഇതുപോലെ നമ്മൾ അനുഭവിക്കുന്നതുകൊണ്ടാണ്. നേരെ മറിച്ച് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു അഫ്ഗാനിലേക്ക് ഒരു താലിബാൻ ഭരണം ഇവിടെ വരുവാണെങ്കിൽ കുറെ കഴിയുമ്പോഴത്തേക്ക് ഇതുപോലെയുള്ള ഒരു ദുരന്തം വരും. അപ്പൊ ഇന്ത്യയുടെ ഒരു നല്ല ഭരണഘടന, ഇപ്പം നമ്മൾ സ്വാതന്ത്ര്യം പ്രാപിച്ചിട്ട് ഇത്രയും കാലമായി നമ്മുടെ ഭരണഘടന നമുക്ക് തരുന്ന ഒരു സ്വാതന്ത്ര്യം, നമ്മുടെ കോടതികൾ നമുക്ക് തരുന്ന സ്വാതന്ത്ര്യം, എന്തെല്ലാം കുറവുകളുണ്ടെങ്കിലും ആ സ്വാതന്ത്ര്യങ്ങൾ ഉള്ളത് കൊണ്ട് നമുക്കിപ്പോഴും ആ ഒരു അടിമത്തത്തിന്റെ അല്ലെങ്കിൽ ഒരു കീഴടക്കപ്പെടുന്ന അധിനിവേശത്തിന്റെ കഷ്ടപ്പാടൊന്നും അനുഭവിക്കാൻ ഒരു സ്ഥിതി വന്നിട്ടില്ല. ഒരു കാര്യം നമ്മൾ ഓർക്കണം, നമ്മൾ ഈ ഓൾ ഇൻക്ലൂസീവ് എന്നൊക്കെ പറയുമ്പോഴും ലോകം മുഴുവൻ വിലക്കിയ, ഇപ്പൊ പറഞ്ഞ വഹാബി പ്രസ്ഥാനങ്ങളെ കുറിച്ച് പിന്നെ രാഹുൽ ഈശ്വർ വർഷവും പറയും. ഈ വഹാബി പ്രസ്ഥാനങ്ങൾ ലോകത്തെങ്ങും പ്രാർത്ഥനാലയം കൊണ്ടാൻ അനുവദിക്കുകയല്ല, ഇന്ത്യയിൽ ഒഴിയാൻ. നമ്മൾ കേരളത്തിൽ മാത്രമേ ഉള്ളെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ എന്നോട് പറഞ്ഞു, കേരളത്തിലെ ഒരു ഇന്റലിജൻസ് ഏജൻസിയുടെ, കേരള പോലീസിലെ ഇന്റലിജൻസിയുടെ ഒരു ഉദ്യോഗസ്ഥനാണ് പറഞ്ഞത്. അതാണ് നമ്മുടെ ഒരു അതായത് കുറച്ച് വോട്ടിന് വേണ്ടി ജയിക്കാൻ വേണ്ടി
തെരഞ്ഞെടുപ്പിന് വേണ്ടി ഒക്കെ നമ്മൾ കാണിക്കുന്ന കുറെ ലീനിയൻസി അത് വളരെ മനോഹരമായി അവർ പ്രയോജനപ്പെടുന്നു. മാധ്യമങ്ങൾക്കുള്ള പലതരത്തിലുള്ള ബലഹീനതകൾ ഉപയോഗിക്കുന്നു, രാഷ്ട്രീയക്കാർക്കുള്ള ബലഹീനതകൾ ഉപയോഗിക്കുന്നു. അങ്ങനെ പർപ്പസ്ഫുൾ ആയിട്ട് തീവ്രവാദികൾ കേരളത്തെ അവർക്കൊരു താവളമാക്കാൻ പരിശീലനം കൊടുക്കാനൊക്കെ ആരും അറിഞ്ഞിട്ടില്ല. അതിനിപ്പോ നമ്മൾ ഓരോന്ന് പിടിച്ചു കഴിയുമ്പോഴല്ലേ ഇങ്ങനെയൊക്കെ നടന്ന സംഭവങ്ങൾ അറിയുന്നത്. ഇപ്പൊ നമ്മള് കർണാടകത്തിൽ ഒരു കോൺഗ്രസ് MLA-യുടെ മകന്റെ വീട് പരിശോധിച്ചപ്പോഴല്ലേ ഇപ്പൊ നമ്മൾ അവിടുന്നല്ലേ ഈ കണ്ണൂര് ബന്ധത്തിന്റെ ഒക്കെ ഗെറ്റിയെ അതിനെക്കുറിച്ച് NIA എടുത്തിരിക്കുന്ന വെളിപ്പെടുത്തലുകൾ എന്താണ്? ഇതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ ഈ ഒരു യാഥാർത്ഥ്യത്തിന് ഒരു മതത്തെ ഒരു സമൂഹത്തെ കുറിച്ച് അത് ശരിക്കും പറഞ്ഞാൽ ജനറലൈസ് ചെയ്ത് പറയുമ്പോൾ അത് ശരിയല്ല. പക്ഷേ ഈ മതത്തിൽപ്പെട്ട പാവപ്പെട്ടവർ ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അവർക്ക് തന്നെ ദുരന്തം ഉണ്ടാകാൻ പോകുന്നത്. ഈ അഫ്ഗാനിസ്ഥാനിലുള്ള ഭൂരിഭാഗം പേരും ക്രിസ്ത്യാനികളൊന്നും അല്ലല്ലോ, ഹിന്ദുക്കളല്ലല്ലോ. അപ്പൊ അവർക്ക് തന്നെ ആ സമൂഹത്തിന് തന്നെ ഇപ്പം ബോധ്യമായി ഇത് അപകടമാണ്. അതുകൊണ്ട് അവർ പിന്മാറുന്നു. നമുക്ക് ഇന്ത്യയിൽ ഇപ്പോഴും നമ്മുടെ സ്വാതന്ത്ര്യമൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് വന്നാൽ ഏതാണ്ട് അല്ലെങ്കിൽ അവരങ്ങ് ചെയ്യുന്നു. അതിനെ നിയന്ത്രിക്കാൻ നമ്മൾ നടപടികൾ എടുക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ഇന്ന് വന്നു പെട്ടിരിക്കുന്ന ഒരു അവസ്ഥ. പക്ഷെ ഒരു കാര്യം ഇതാണ്, എല്ലാവരും കൂടെ ഉൾക്കൊള്ളുന്ന ഒരു രാജ്യം, ഈ വൈവിധ്യത്തിലെ ഏകത്വം അത് മാത്രമേ നമുക്ക് ഭാരതത്തിന് കരണീയമായിട്ടുള്ളൂ. അതിനകത്ത് തെറ്റായ ഐഡിയോളജി പ്രദർശിക്കുന്നവർക്കെതിരെ നമുക്ക് നടപടികൾ ഉണ്ടാവണം. അത് ബൗദ്ധിക തലത്തിലുണ്ടാവണം, സർക്കാരിന്റെ തലത്തിലുണ്ടാവണം. പ്രീണിപ്പിക്കുന്ന ഒരു നയം, 10 വോട്ട് കിട്ടും എന്ന് കരുതി പ്രീണിപ്പിച്ചാൽ ഉണ്ടാകുന്നത് ഭൂരിപക്ഷ വർഗീയത ഇവിടെ വളരും. അത് അവർക്കും. പക്ഷെ ഇപ്പം നരേന്ദ്രമോദി എന്ത് നിലപാടെടുത്താലും ഞങ്ങളുടെ വന്നാലും ഒന്നും ചെയ്യാലെന്നുള്ള ഒരു സിറ്റുവേഷൻ അദ്ദേഹത്തിന് സാധിക്കാതെ വരും. അങ്ങനെ ഒരു അപകടത്തിലേക്ക് നമ്മുടെ ഭാരതം പോകാതിരിക്കണമെങ്കിൽ ആരുടെയും തീവ്രവാദം അംഗീകരിക്കപ്പെടരുത്. എല്ലാവരും ഒന്നിച്ച് ജീവിക്കണം. ഈ ഭാരതം നമ്മുടെ നാടാണ്. നമ്മുടെ നാട്ടിൽ നമ്മൾ ഒരൊറ്റ വരി ആഡ് ചെയ്തോട്ടെ. ദേവപ്രസാദ് സാർ പറഞ്ഞതിന്റെ ടോൺ വളരെ പ്രധാനമാണ്. ആത്യന്തികമായി ഈ തീവ്രവാദം കൊണ്ട് ആ സമൂഹത്തിന് തന്നെയാണ് പ്രശ്നം. 1979 നവംബർ 20 ഈ വഹാബി അൽ ഇഖ്വാൻ ആർമി സാക്ഷാൽ പരിശുദ്ധ മക്കയുടെ ആക്രമണത്തിന് കാരണമായി. 500ഓളം പേര് മരിച്ചു വീണൊരു സംഭവം ഉണ്ടായി. സീജ് ഓഫ് മെക്ക എന്നറിയപ്പെടുന്ന സംഭവമാണ്. 1979 നവംബർ 20. അതായത് ഈ വഹാബി അൽ ഇഖ്വാൻ ആർമി അവരുടെ പരിശുദ്ധ മക്കയിൽ കടന്ന് അതിന്റെ മേൽ അധികാരം സ്ഥാപിക്കുകയും പിന്നീട് പാകിസ്ഥാനും ഫ്രഞ്ച് ഫൈറ്റേഴ്സ് എത്തിയാണ് അതിനെ മോചിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ മുസ്ലിം സഹോദരന്മാരെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് ഈ തീവ്രവാദം അവർക്ക് തന്നെ ദോഷം ചെയ്യും. ആത്യന്തികമായി വഹാബി അല്ലെങ്കിൽ തീവ്ര ദിയോബന്ദി അല്ലെങ്കിൽ ദേശ് സ്കൂളുകൾ അവർക്ക് തന്നെ ദോഷം ചെയ്യും എന്ന് പറഞ്ഞ് കൺവിൻസ് ചെയ്യുന്നതിലാണ് നമ്മുടെ ശക്തി. അവരിലെ മിതവാദികളെയും നല്ലവരെയും പറഞ്ഞ് അകറ്റുകയല്ല, കൂടെ നിർത്തുകയും അവരെ ശക്തിപ്പെടുത്തുകയും ചെയ്യണം. ഇല്ലെങ്കിൽ എന്താ പറ്റുക എന്ന് പറഞ്ഞാൽ ഒരു ഇരവാദം ഉണ്ടാക്കി തീവ്രവാദികൾ ശക്തി കൂടുതൽ പ്രാപിക്കും. നമ്മളെ എല്ലാം അറ്റാക്ക് ചെയ്യാൻ വരികയാണെന്ന് പറയുന്ന ഇരവാദം ഉയർത്തി അവർ കൂടുതൽ ശക്തി പ്രാപിക്കും. അതുകൊണ്ട് അപ്രോച്ച് വളരെ പ്രധാനമാണ്, ടോൺ വളരെ പ്രധാനമാണ്, സ്വരവും സമീപനവും പ്രധാനമാണെന്ന് മാത്രം പറയും. ഓക്കെ, നമ്മൾ ചർച്ച അവസാനിപ്പിക്കുകയാണ്. താലിബാൻ, ആ ഭീകര സംഘടനയുടെ ക്രൂരകൃത്യങ്ങൾക്ക് പിന്നിലെ അടിസ്ഥാന കാരണം നാം ചർച്ച ചെയ്തു. അഫ്ഗാൻ സ്വതന്ത്രമല്ല. തീവ്ര ചിന്താഗതികൾക്കെതിരെ ശക്തമായ നടപടികൾ തീർച്ചയായും ഉണ്ടാകണം. നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി, സമൂഹത്തിൻ്റെ നല്ല ഭാവിക്ക് വേണ്ടി. ഈ ചർച്ചയിൽ വളരെ ക്രിയാത്മകമായി പങ്കെടുത്ത ശ്രീ ടി ദേവപ്രസാദ്, ശ്രീ അനിൽകുമാർ അയ്യപ്പൻ, ശ്രീ രാഹുൽ ഈശ്വർ, നന്ദി.